തുടങ്ങാം. അപ്പോൾ നമ്മൾ LGSലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സൗരയൂഥം. അപ്പോൾ ആ സൗരയൂഥത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, തുടങ്ങാം. അപ്പോൾ സൗരയൂഥം, സോളാർ സിസ്റ്റം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചുമുള്ള പഠനശാഖയെ വിളിക്കുന്ന പേര് അറിയാമോ? പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനശാഖ കോസ്മോളജി. എന്താണ്? കോസ്മോളജി. കോസ്മോളജി. അപ്പൊ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുമുള്ള പഠനശാഖയെ വിളിക്കുന്ന പേരെന്താണ്? കോസ്മോളജി. ആസ്ട്രോണമി നേടിയിട്ടുണ്ടോ? ആസ്ട്രോണമി അതെന്താണ് സംഭവം? അത് തന്നെ, ജ്യോതിർഗ്രഹങ്ങളെയും ബഹിരാകാശ പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആസ്ട്രോണമി. ആസ്മയല്ല, ആസ്ട്രോണമി. ആസ്ട്രോണമി. അപ്പൊ ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്യോതിർഗോളങ്ങളെയും ബഹിരാകാശ പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനം. അപ്പൊ നമ്മൾ ആദ്യം കോസ്മോളജി പറഞ്ഞു. എന്താണ് കോസ്മോളജി? പ്രപഞ്ചത്തെക്കുറിച്ചും ആ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനശാഖയാണ് എന്ത്? കോസ്മോളജി. ഇനി ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്യോതിർഗോളങ്ങളെയും ബഹിരാകാശ പ്രതിഭാസങ്ങൾ. ഇന്നലെ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നല്ലേ? ഇന്നലെ എന്തായിരുന്നു? ചന്ദ്രഗ്രഹണം. അപ്പോ ജ്യോതിർഗോളങ്ങളെയും ബഹിരാകാശ പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആസ്ട്രോണമി. എന്താണ്? ആസ്ട്രോണമി. ഇനി ആസ്ട്രോളജി എടുത്തുണ്ടല്ലോ. ആസ്ട്രോളജി അതെന്താണ്? ആസ്ട്രോളജി ആസ്ട്രോളജി അറിയാവോ? ഇതേ സെയിം തന്നെ. സ്റ്റാറതിന് നക്ഷത്രങ്ങളെ കുറിച്ചും ഗ്രഹങ്ങൾക്കും മനുഷ്യ ജീവിതവുമായുള്ള ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ആസ്ട്രോളജി. ഇതെല്ലാം കൂടി തിരിഞ്ഞു പോകരുത്. നമ്മൾ ഇപ്പൊ പറഞ്ഞ ഏതാണ്? ആസ്ട്രോളജി. ആസ്ട്രോളജി ഈ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും മനുഷ്യ ജീവിതവുമായിട്ടുള്ള ബന്ധം, അതിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആസ്ട്രോളജി. എടാ, ചില ഗ്രഹങ്ങള് നമ്മുടെ മറ്റേ ജനന സമയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറയാറില്ലേ? അതാണ് ഈ സംഭവം. ആസ്ട്രോളജി. അപ്പൊ നമ്മളിപ്പോ 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് കോസ്മോളജി. എന്തായിരുന്നു കോസ്മോളജി? പ്രപഞ്ചത്തെ കുറിച്ചും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുമാണ് എന്ത്? കോസ്മോളജി. ഇനി എന്താണ് ആസ്ട്രോണമി? ജ്യോതിർഗോളങ്ങളെയും ബഹിരാകാശ പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആസ്ട്രോണമി. ഇനി ആസ്ട്രോളജി എന്താണ്? നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും മനുഷ്യ ജീവിതവുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആസ്ട്രോളജി. ആസ്ട്രോളജി. ഇനി അടുത്തൊരു ടൈമാണ് ആസ്ട്രോഫിസിക്സ്. അതെന്താണ് ആസ്ട്രോഫിസിക്സ്? ആസ്ട്രോഫിസിക്സ് അറിഞ്ഞൂടാ. അതായത് ആകാശീയ ഗോളങ്ങളുടെ ഭൗതിക ഘടനയെക്കുറിച്ചും അവയുടെ സവിശേഷതയെക്കുറിച്ചും. ആകാശീയ ഗോളം അതിന്റെ ഭൗതിക ഘടനയും സവിശേഷതയും കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആസ്ട്രോഫിസിക്സ്. നമുക്ക് ഈ ടേംസ് അറിയാം, പക്ഷെ എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ. അതാണ് പ്രശ്നം. അപ്പൊ ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞാൽ ആകാശീയ ഗോളങ്ങളുടെ ഭൗതിക ശാസ്ത്രം അല്ലേ ഫിസിക്സ്? അപ്പൊ ആകാശീയ ഗോളങ്ങളുടെ ഭൗതിക ഘടന, ആകാശീയ ഗോളങ്ങളുടെ ഭൗതിക ഘടനയും സവിശേഷതയും, ആകാശീയ ഗോളങ്ങളുടെ ഭൗതിക ഘടനയും സവിശേഷതയും കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആസ്ട്രോഫിസിക്സ്. അപ്പൊ 4 ടേം പഠിച്ചില്ലേ? ആദ്യം കോസ്മോളജി പറഞ്ഞു. എന്തായിരുന്നു കോസ്മോളജി? പ്രപഞ്ചത്തെ കുറിച്ചും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള പഠനശാഖയാണ് കോസ്മോളജി. ഇനി ആസ്ട്രോണമി ആണെങ്കിലോ ജ്യോതിർഗോളങ്ങളെയും ബഹിരാകാശ പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോണമി. ആസ്ട്രോളജി ആണെങ്കിലോ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും മനുഷ്യ ജീവിതവുമായുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോളജി. ഇനി ആസ്ട്രോഫിസിക്സ് എന്താണ്? ആകാശീയ ഗോളങ്ങളുടെ ഭൗതിക ഘടനയും സവിശേഷതയും, അതിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആസ്ട്രോഫിസിക്സ്. എടാ, സൂര്യനെ കുറിച്ചുള്ള പഠനം എന്താണെടാ? സൂര്യൻ പറഞ്ഞോ? സൂര്യനെ കുറിച്ചുള്ള പഠനം ഹീലിയോളജി. എന്താണ്? ഹീലിയോളജി. സൂര്യനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹീലിയോളജി. ഇതൊക്കെ നമുക്ക് LGS ചോദിക്കാൻ നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ സൂര്യനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹീലിയോളജി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കണ്ട ചന്ദ്രനെ കുറിച്ചുള്ള പഠനം എന്താണ്? സെലിനോളജി. എന്താണ്? സെലിനോളജി. സൂര്യനെ കുറിച്ചുള്ള പഠനം ഹീലിയോളജി, ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലിനോളജി. സെലിനോളജി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലിനോളജി. ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയാ? ഓക്കെ അല്ലേ? എത്ര ഗ്രഹങ്ങളുണ്ട് നമുക്ക്? 8 ഗ്രഹങ്ങളുണ്ട്. എടാ, ഈ സൗരയൂഥത്തിന്റെ പ്രായം എത്രയാണെന്ന് അറിയാമോ? സൗരയൂഥത്തിന് ഒരു പ്രായമുണ്ട്, ഒരു ഏകദേശം ഒരു പ്രായമുണ്ട്. 4.6 ശതകോടി വർഷമാണ് കേട്ടോ. 4.6 ശതകോടി വർഷമാണ് എന്തിന്റെ പ്രായം? സൗരയൂഥത്തിന്റെ പ്രായം. ഇപ്പൊ സൗരയൂഥത്തിന്റെ പ്രായം ചോദിച്ചാൽ 4.6 ശതകോടി വർഷമാണ് കേട്ടോ. ഏകദേശം 4.6 ശതകോടി വർഷമാണ് സൗരയൂഥത്തിന്റെ പ്രായം. ഈ പ്രപഞ്ചത്തിന്റെ ഭാരം അറിയാമോ? നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഭാരം 13.7 ശതകോടി വർഷമാണ് കേട്ടോ.
പ്രായം ഞാൻ എന്തെന്ന് പറഞ്ഞ ഭാരം എന്നാ പ്രപഞ്ചത്തിന്റെ ഇത് ചോദിച്ചാൽ 13.7 ശതകോടി വർഷമാണ് പ്രപഞ്ചത്തിന്റെ പ്രായം. അപ്പൊ പ്രപഞ്ചത്തിന്റെ പ്രായം 13.7 ശതകോടി വർഷവും സൗരയൂഥത്തിന്റെ പ്രായം 4.6 ശതകോടി വർഷവും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു 8 ഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഓർഡർ എന്ന് പറയാൻ പറ്റുമോ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. പണ്ട് നമ്മളെ ആരും കൂടെ പറയായിരുന്നു, പ്ലൂട്ടോയും കൂടെ പറയുമായിരുന്നു. ഇപ്പൊ പക്ഷെ ആ പ്ലൂട്ടോ ഇല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര പേരേ ഉള്ളൂ? 8 പേരേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഒന്നും കൂടെ പറഞ്ഞേ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. നമ്മൾ നോർമലി പറയുമ്പോഴും വ്യാഴം കഴിഞ്ഞാലേ ശനി വരുള്ളൂ. ഒന്നും കൂടി പറഞ്ഞേ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ അല്ലേ? അപ്പൊ എത്ര ഗ്രഹങ്ങളാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ? ബുധൻ, മെർക്കുറി, ശുക്രൻ, വീനസ്, ഭൂമി നമുക്കറിയാം എർത്ത്, ചൊവ്വ മാർസ്, വ്യാഴം ജൂപ്പിറ്റർ, ശനി സാറ്റർഡേ എന്ന് പറയും പോലെ സാറ്റേൺ, പിന്നെ യുറാനസും നെപ്റ്റ്യൂണും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ അല്ലേ? 8 കിട്ടിയല്ലോ. എടാ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ചെറുത് ആദ്യത്തെ ആളാണ് ചെറുത് ബുധൻ. ഏറ്റവും വലുത് വ്യാഴവും ഏറ്റവും ചെറുത് ബുധന്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയോ, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലം കുറവുള്ള ഗ്രഹം ഏതായിരിക്കും? ബുധൻ. ഏറ്റവും അകലം കൂടുതൽ നെപ്റ്റ്യൂൺ. അതായത് നമ്മൾ ആ ഓർഡറിന് പറഞ്ഞാൽ മതി. അപ്പൊ സൗരയൂഥത്തിന്റെ കേന്ദ്രം ആരാണ്? സൂര്യനാണ്. അപ്പൊ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരായിരിക്കും? ബുധനാണ്. അപ്പൊ സൂര്യനിൽ നിന്ന് അകലം കുറവ് ആർക്കാണ്? ബുധനും. അകലം കൂടുതൽ നെപ്റ്റ്യൂണും ആണ്. ഇനി വലിപ്പക്രമം പഠിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഓർഡർ അറിയാല്ലേ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അതിൽ ആ വ്യാഴത്തിൽ നിന്ന് ഓർഡറിന് താഴോട്ട് പോകണം. വ്യാഴം കഴിഞ്ഞ ആരാണ്? വ്യാഴം കഴിഞ്ഞാൽ ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അതാണ് ആദ്യത്തെ 4 ഓർഡർ. 1, 2, 3, 4. ഓക്കെ അല്ലേ? വ്യാഴം 1ാം സ്ഥാനത്ത്, ശനി 2ാം സ്ഥാനത്ത്, യുറാനസ് 3ാം സ്ഥാനത്ത്, നെപ്റ്റ്യൂൺ 4ാം സ്ഥാനത്ത്. അപ്പൊ ആ ഓർഡർ അറിയാമെങ്കിൽ ആദ്യത്തെ 4 സ്ഥാനം അങ്ങനെ കിട്ടും. ഇനി ഏറ്റവും ചെറുത് ആരാണെന്ന് നമുക്കറിയാം. ആദ്യത്തെ ആളാണ് ഏറ്റവും ചെറുത്. അപ്പൊ 8ാം സ്ഥാനത്ത് ആരെ കൊടുക്കാം? ബുധനെ കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി 5ാം സ്ഥാനത്ത് ഭൂമിയാണ്. 5ാം സ്ഥാനത്ത് ഭൂമിയാണ്. ഭൂമിയുടെ സ്ഥാനം ഓർത്ത് വയ്ക്കുക, അത് 5 ആണ്. അപ്പൊ ഇനി നമ്മൾ രണ്ടുപേരെയും കൂടെ പഠിക്കാനുള്ളൂ എക്സ്ട്രാ ആയിട്ട്. ആരെയൊക്കെയാണ്? ചൊവ്വയും ശുക്രനും. അതില് ശുക്രൻ 6ാം സ്ഥാനത്തും ചൊവ്വ 7ാം സ്ഥാനത്തും ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് വ്യാഴം, ഏറ്റവും വലുത് വ്യാഴം, 2 ശനി, 3 യുറാനസ്, 4 നെപ്റ്റ്യൂൺ. ഇനി അടുത്ത 5ാം സ്ഥാനത്ത് വരുന്നത് ഭൂമി, 6ാം സ്ഥാനത്ത് ശുക്രൻ, 7ാം സ്ഥാനത്ത് ചൊവ്വ, 8ാം സ്ഥാനത്ത് ബുധൻ. കിട്ടിയോ? ആ ഓർഡറിന് അങ്ങ് എഴുതി വെക്കുക. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അതിൽ വ്യാഴം കഴിഞ്ഞ് താഴോട്ട് 4 സ്ഥാനം ഇടുക. 5 ഭൂമിയാണെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ 6ഉം ഭൂമിയുടെ താഴെ 7ഉം ആണ്. നിങ്ങൾ ഓർഡറിന് എഴുതാൻ അറിയാമെങ്കിൽ ഭൂമി 5 എന്നറിയാലോ. ഭൂമിയുടെ മുകളിൽ ആരാണ്? ശുക്രൻ 6ാം സ്ഥാനത്തും ഭൂമിയുടെ താഴത്തെ ആളാരാണ്? ചൊവ്വ 7ാം സ്ഥാനത്തും. ഏറ്റവും ചെറുത് ബുധൻ. അങ്ങനെ എഴുതിയ ആ ഒരു ഓർഡറിന് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇതാണ്ടോ, വ്യാഴം കഴിഞ്ഞ് താഴോട്ട് എഴുതുക. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അന്തർഗ്രഹവും വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ബഹിർഗ്രഹങ്ങളും. അപ്പൊ ആ പുറത്തുള്ളതിനെ ആദ്യം അല്ലാതെ തന്നെ ഈ ഓർഡറിന് 8 എഴുതിയാലും മതി. കറക്റ്റ് ആണ്. ആ വ്യാഴം കഴിഞ്ഞ് 4 താഴോട്ട് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ 4 സ്ഥാനം കിട്ടും. 5ാം സ്ഥാനത്ത് ഭൂമിയാണെങ്കിൽ ഭൂമിയുടെ മുകളിൽ 6ഉം ഭൂമിയുടെ താഴെ 7ഉം. ഏറ്റവും ലാസ്റ്റ് ഉള്ളത് നമ്മുടെ ബുധനാണ് 8ാം സ്ഥാനത്ത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് 8. ഇനി നമ്മളിപ്പോ പറഞ്ഞ സാധനം തന്നെയാണ്. ഈ ഗ്രഹങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രഹങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ സൗരയൂഥം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളുണ്ട്. എത്ര ഉപഗ്രഹങ്ങളുണ്ടെന്ന് അറിയാമോ? അത് കൃത്യമായി കണക്കില്ല, എങ്കിലും നമുക്കൊരു ഏകദേശ കണക്കുണ്ട്. ഏകദേശം 165ഓളം ഉപഗ്രഹങ്ങളുണ്ട് കേട്ടോ. അപ്പൊ 8 ഗ്രഹങ്ങളുണ്ട്, ഏകദേശം 165ഓളം ഉപഗ്രഹങ്ങളുണ്ട്. ഇനി കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. നമ്മുടെ പ്ലൂട്ടോ ഇപ്പൊ ആരുടെ കൂട്ടത്തിലാണുള്ളത്? കുള്ളൻ ഗ്രഹത്തിലാണ്. അത് മൊത്തം 5 എണ്ണമാണ് ഉള്ളത് കേട്ടോ. അപ്പൊ 5 കുള്ളൻ ഗ്രഹങ്ങളും കൂടി ഉള്ളതാണ് നമ്മുടെ സൗരയുധം എന്ന് പറയുന്നത്. അപ്പൊ സൗരയുധം ആരൊക്കെ ചേർന്നാണെന്ന് ചോദിച്ചാൽ 8 ഗ്രഹങ്ങളുണ്ട്, 165ഓളം ഉപഗ്രഹങ്ങളുണ്ട്, 5 കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. ഇത്രയും ചേർന്നതാണ് എന്ത്? സൗരയുധം എന്ന് പറയുന്നത്.
ഇനി ഈ ഗ്രഹങ്ങൾ 8 പേരില്ലേ നമ്മളിപ്പോ പറഞ്ഞു, അതിന്റെ ഓർഡർ എല്ലാം നമ്മൾ പറഞ്ഞു, അതിന്റെ വലിപ്പക്രമവും പറഞ്ഞു. ഈ ഗ്രഹങ്ങളെ 2ആയിട്ട് വർഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആന്തരഗ്രഹവും 2 ബാഹ്യഗ്രഹവും. അന്തർഗ്രഹങ്ങളെന്നും ബാഹ്യഗ്രഹങ്ങളെന്നും ഈ ഗ്രഹങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2ആയിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഓർഡറിന് പറഞ്ഞാൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ആദ്യത്തെ കോൾ ചെയ്തു. അപ്പൊ ഗ്രഹങ്ങളെ 2ആയിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അന്തർഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളും. ഗ്രഹങ്ങളുടെ ഓർഡർ നമുക്കറിയാം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അതിൽ ആദ്യത്തെ 4 ഗ്രഹങ്ങളെ ആന്തരഗ്രഹങ്ങൾ അല്ലെങ്കിൽ അന്തർഗ്രഹത്തിലും, അടുത്ത 4 ഗ്രഹങ്ങളെ ഏതിലും? ബാഹ്യഗ്രഹത്തിലും. ഇതാണ് അന്തർഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളും. അപ്പൊ ഇത് ഓർത്താൽ മതി. ആദ്യത്തെ അന്തരാണെന്നും രണ്ടാമത്തത് ബാഹ്യമാണെന്നും ഓർത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 4 എണ്ണത്തിന് ഏതിലിട്ട് കൊടുക്കുക? അന്തർഗ്രഹത്തിൽ ഇട്ട് കൊടുക്കുക. അടുത്ത 4 എണ്ണത്തിന് ഏതിലിട്ട് കൊടുക്കുക? ബാഹ്യഗ്രഹത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ ആരൊക്കെ ആയിരിക്കും ആന്തരഗ്രഹങ്ങളിൽ വരുന്നത്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, 4 എണ്ണം. അടുത്ത ബാഹ്യഗ്രഹങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നത്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ അല്ലേ? അത് പഠിക്കാൻ വരെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. ഇനി അല്ല പാടൊന്നുമില്ല. ഇനി നമുക്ക് ഈ അന്തർഗ്രഹങ്ങളെന്നും ബാഹ്യഗ്രഹങ്ങളെന്നും പറയുന്നത് പോലെ ഇതിനെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? ഖര ഉപരിതല ഗ്രഹങ്ങളെന്നും വാതക ഭീമൻ ഗ്രഹങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ആന്തരഗ്രഹങ്ങളെ വിളിക്കുന്ന പേരാണ് ഖര ഉപരിതല ഗ്രഹങ്ങൾ. എന്താണ്? ഖര ഉപരിതല ഗ്രഹങ്ങൾ. ഇനി ബാഹ്യഗ്രഹങ്ങളെ വിളിക്കുന്നതാണ് വാതക ഭീമന്മാർ. എന്താണ്? വാതക ഭീമന്മാർ. അപ്പൊ വാതക ഭീമന്മാർ ആരൊക്കെയാണെന്ന് ചോദിക്കാം. അത് ഓർത്തോളണം. 2ാമത്തെ സെറ്റിലുള്ള ആൾക്കാരാണ് ആര്? വാതക ഭീമന്മാർ. അപ്പൊ ആരൊക്കെയായിരിക്കും അതിനകത്ത് വരുന്നത്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മൾ ഗ്രഹങ്ങളെ ഈ 8 ഗ്രഹങ്ങളെ 2ആയിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. ആന്തരഗ്രഹങ്ങളെന്നും അതുപോലെ ബാഹ്യഗ്രഹങ്ങളെന്നും. ഈ ആന്തരഗ്രഹങ്ങളെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് ഖര ഉപരിതല ഗ്രഹങ്ങൾ. എന്താണ്? ഉപരിതല ഗ്രഹങ്ങൾ. ഇനി ബാഹ്യഗ്രഹങ്ങളെ വിളിക്കുന്ന വേറൊരു പേരാണ് വാതക ഭീമന്മാർ. എന്താണ്? വാതക ഭീമന്മാർ. ഈ 8 ഗ്രഹങ്ങളില് ആദ്യത്തെ 4 പേര്, അതായത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ഇവർ 4 പേരാണ് ആന്തരഗ്രഹങ്ങളിൽ വരുന്നത്. ഇനി ബാക്കിയുള്ളത് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഈ 4 പേരാണ് ബാഹ്യഗ്രഹങ്ങളിൽ വരുന്നത്. അതുപോലെ ആന്തരഗ്രഹത്തിനെ വിളിക്കുന്ന വേറൊരു പേരും കൂടിയുണ്ട്, ഭൗമഗ്രഹം. എന്താണ്? ഭൗമഗ്രഹം അല്ലെങ്കിൽ ഭൗമഗ്രഹങ്ങൾ. അപ്പൊ ഭൗമഗ്രഹങ്ങളെന്നോ ആന്തരഗ്രഹങ്ങളെന്നോ ഖര ഉപരിതല ഗ്രഹങ്ങളെന്നോ ചോദിച്ചാൽ ആദ്യത്തെ 4 പേരാണ്. അതുപോലെ ബാഹ്യഗ്രഹങ്ങളെ വിളിക്കുന്ന വേറൊരു പേരാണ് ജോവിയൻ ഗ്രഹങ്ങൾ. എന്താണ്? ജോവിയൻ ഗ്രഹങ്ങൾ. അപ്പോൾ ബാഹ്യഗ്രഹങ്ങൾ, ജോവിയൻ ഗ്രഹങ്ങൾ, വാതക ഭീമന്മാർ, ഇവരാണ് അടുത്ത സെറ്റിൽ വരുന്ന 4 പേര്. ഇത് കിട്ടിയോ? ഓക്കെ അല്ലേ? എടാ നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ആരാണ്? സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ആരാണ്? സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ. ഇനി സൂര്യനോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം അല്ല, പോക്സിമ എന്ന് പറയും കേട്ടോ. ആരാണ്? പ്രോക്സിമ. സൂര്യനോട്, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ചോദിച്ചാൽ സൂര്യനും, സൂര്യനോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ചോദിച്ചാൽ പ്രോക്സിമ. എന്താണ്? പ്രോക്സിമ. ഓക്കെ അല്ലേ? സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ബുധൻ. ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഭൂമിയോട് അടുത്തുള്ള ഗ്രഹം ആരായിരിക്കും? ശുക്രൻ. നമ്മുടെ ഓർഡറിലങ്ങ് പറഞ്ഞാൽ മതി. ബുധൻ, ശുക്രൻ, ഭൂമി. അപ്പോ ഭൂമിക്ക് തൊട്ട് മുകളിലാകണം. അത് നമുക്ക് ഡൗട്ട് വരും. ശുക്രനും ഉണ്ട്, അടുത്ത ഭൂമി കഴിഞ്ഞിട്ടുള്ള ചൊവ്വയും ഉണ്ട്. അപ്പൊ ഇത് തമ്മിൽ സംശയം വരരുത്. ഭൂമിക്ക് മുകളിൽ ആരാണോ അതായിരിക്കും ഭൂമിയോട് അടുത്തുള്ളത്. ഓക്കെ? ഭൂമിക്ക് മുമ്പ് ആര് നിൽക്കുന്നോ അതാണ് ഭൂമിയോട് അടുത്ത്. അങ്ങനെയാണെങ്കിൽ ഭൂമിക്ക് മുകളിലുള്ളത് ആരാണ്? ശുക്രൻ. അപ്പൊ ഭൂമിയോട് അടുത്തുള്ള ഗ്രഹം ചോദിച്ചാൽ ശുക്രൻ. സൂര്യനോട് അടുത്തുള്ള ഗ്രഹം ചോദിച്ചാൽ ഗ്രഹം ബുധൻ. നക്ഷത്രം ചോദിച്ചാൽ പ്രോക്സിമ. നമ്മുടെ ഭൂമിയോട് അടുത്തുള്ള നക്ഷത്രം സൂര്യൻ, സൂര്യനോട് അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ, ഭൂമിയോട് അടുത്തുള്ള ഗ്രഹം ശുക്രൻ, സൂര്യനോട് അടുത്തുള്ള ഗ്രഹം ബുധൻ. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ല. എടാ, എന്താണ് ഈ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ഏകദേശം 165ഓളം ഉപഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ? ഗ്രഹങ്ങളെ ചുറ്റുന്ന ഭൂമിയെയോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളെയോ ചുറ്റി കറങ്ങുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഉപഗ്രഹങ്ങൾ. നമ്മുടെ ഭൂമിയെയോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളെയോ ചുറ്റി കറങ്ങുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഉപഗ്രഹങ്ങൾ. ഓക്കെ അല്ലേ? ഇനി ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ പരിധിയിൽ നിന്ന് ഒരു ഗ്രഹമുണ്ട്, ആ ഗ്രഹത്തിന് ഒരു ഗുരുത്വാകർഷണ പരിധി
പരിധി ഉണ്ടായിരിക്കും. നമുക്ക് 8 ഗ്രഹങ്ങളല്ലേ ഉള്ളത്. ഈ 8 ഗ്രഹങ്ങളുടെയും ഗുരുത്വാകർഷണ പരിധിയിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കാത്തതിനാലാണ് ഇതിന് സാധിക്കാതെ ഈ ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രഹങ്ങളെ ഇങ്ങനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ നമ്മൾ പറഞ്ഞ 8 ഗ്രഹങ്ങൾക്ക് ഓരോ ഗുരുത്വാകർഷണം ഉണ്ട്. ഈ ഗുരുത്വാകർഷണത്തിന് പുറത്ത് ഈ ഉപഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കടക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ ഗ്രഹങ്ങളെ എന്ത് ചെയ്യും, പരിക്രമണം ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഉപഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞ ഏകദേശം 165ഓളം ഉപഗ്രഹങ്ങളുണ്ട്. എന്താണ് ഉപഗ്രഹങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമിയെയോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളെയോ ചുറ്റിക്കറങ്ങുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് എന്ത്, ഉപഗ്രഹങ്ങൾ. ഈ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഗുരുത്വാകർഷണ പരിധി ഉണ്ടായിരിക്കും. ഈ ഗുരുത്വാകർഷണ പരിധിയിൽ നിന്ന് ഈ ഉപഗ്രഹങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റൂല. അപ്പൊ ഇതെന്ത് ചെയ്യും, ഈ ഉപഗ്രഹങ്ങളെ എങ്ങനെ പരിക്രമണം ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ അല്ലേ? ഇനി ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി വിടുന്ന കുറെ ഉപഗ്രഹങ്ങളുണ്ടല്ലേ, ഇല്ലേ? അപ്പോ പ്രകൃതിദത്തമായിട്ടുള്ള ഉപഗ്രഹങ്ങളും ഉണ്ട്, അതുപോലെ മനുഷ്യനിർമ്മിതം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഉപഗ്രഹങ്ങളും ഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഭൂമിയിലല്ല, നമ്മുടെ ബഹിരാകാശത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഉപഗ്രഹങ്ങൾ പ്രകൃതിദത്തമായിട്ടുള്ളതും ഉണ്ട്, മനുഷ്യനിർമ്മിതമായിട്ടുള്ളതും ഉണ്ട്. നമ്മൾ പറയാറുണ്ട് ഉപഗ്രഹ വിക്ഷേപണം നടത്തി നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വിടുന്നതാണ്. അപ്പോൾ മനുഷ്യനായിട്ട് നിർമ്മിച്ച് വിടുന്നതും ഉണ്ട്, നമ്മുടെ പ്രകൃതിയാലുള്ള ഉപഗ്രഹങ്ങളും കാണപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? എടാ, അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞ എന്താണ്? ചന്ദ്രൻ ഉപഗ്രഹമാണ് കേട്ടോ, ചന്ദ്രൻ. അപ്പൊ ചന്ദ്രൻ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഉപഗ്രഹം അല്ലേ? അപ്പൊ പ്രകൃതിദത്തമായിട്ടുള്ള ഉപഗ്രഹമാണ് ആര്? ചന്ദ്രൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത് ഓർത്തോളണം. ഉപഗ്രഹം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉപഗ്രഹം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വിടുന്ന കാര്യമൊക്കെ നമ്മൾ അങ്ങ് മറന്നുപോകും. അപ്പോൾ ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ അത് എന്താണ്, മനുഷ്യനിർമ്മിതവും ഉണ്ട്, പ്രകൃതിദത്തവും ഉണ്ട്. പ്രകൃതിദത്തമാണ് നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്ന ഉപഗ്രഹം. ഓക്കെ അല്ലേ? ഇനി ക്ഷുദ്രഗ്രഹങ്ങളൊന്നും എടുത്തുണ്ടോ? ക്ഷുദ്രഗ്രഹങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ക്ഷുദ്രഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചിഹ്ന ഗ്രഹങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കും അല്ലേ? എന്താണ്? ഗ്രഹങ്ങളുടെ വലിപ്പമൊന്നും ഇല്ലാത്തത്. എടാ, ക്ഷുദ്രഗ്രഹങ്ങൾ പറഞ്ഞുതരാം. ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ചൊവ്വ അറിയാലോ, വ്യാഴം അറിയാലോ. അപ്പോൾ ഈ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഭ്രമണപഥത്തിനിടയിലൂടെ ആരെ വലം വയ്ക്കും? സൂര്യനെ വലം വയ്ക്കും. അപ്പൊ ആരൊക്കെയാണ്? ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഭ്രമണപഥത്തിനിടയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന താരതമ്യേന ചെറിയ ആകാശഗോളങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്ഷുദ്രഗ്രഹങ്ങൾ. നമുക്ക് ഈ ടേംസ് അറിയാം, അതിന്റെ എന്താണ് സാധനം നമുക്ക് അറിഞ്ഞുകൂടാ. അതെ, അതായത് അന്തർഗ്രഹങ്ങൾ ആരൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. അവിടെ ചൊവ്വയുണ്ട്. അടുത്ത് തുടങ്ങുന്ന ആരിലാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പൊ ഇവിടുത്തെ ചൊവ്വയും ഇവിടുത്തെ വ്യാഴം, അതായത് ഇവിടെ തീരണ ആളും അടുത്ത് തുടങ്ങുന്ന ആളും, ഈ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഭ്രമണപഥത്തിന്റെ ഇടയിലൂടെ ആരെ വലം വയ്ക്കും? സൂര്യനെ വലം വയ്ക്കുന്ന താരതമ്യേന ചെറിയ ആകാശഗോളങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്ഷുദ്രഗ്രഹങ്ങൾ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഉപഗ്രഹങ്ങളും പഠിച്ചു, ക്ഷുദ്രഗ്രഹങ്ങളും പഠിച്ചു. ഉപഗ്രഹങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഭൂമിയെയോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളെയോ ചുറ്റിക്കറങ്ങുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഉപഗ്രഹങ്ങൾ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? പ്രകൃതിദത്തവും ഉണ്ട്, മനുഷ്യനിർമ്മിതവും ഉണ്ട്. ഇനി ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ പരിധിയിൽ നിന്ന് ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പുറത്തു പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഗ്രഹങ്ങളെ എങ്ങനെ പരിക്രമണം ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ പറഞ്ഞു നമ്മുടെ ചന്ദ്രൻ എന്താണെന്ന് പറഞ്ഞു? ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞ എന്താണ്? ക്ഷുദ്രഗ്രഹങ്ങളാണ്. എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ? ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഭ്രമണപഥത്തിന് ഇടയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന താരതമ്യേന ചെറിയ ആകാശീയ ഗോളങ്ങളെ വിളിക്കുന്ന പേരാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് നീ പറഞ്ഞ ആള്, കുള്ളൻ ഗ്രഹം. എടാ, അതിന് മുന്നേ ഈ ക്ഷുദ്രഗ്രഹത്തിൽ ഏറ്റവും വലുത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹം ഏതെന്നറിയാമോ? സീരീസ്. എന്താണ്? സീരീസ്. എന്താണ്? സീരീസ്. സീരീസ് ആണ് ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹം. അപ്പൊ ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹം ചോദിച്ചാൽ ഏതാണ്? സീരീസ്. ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹം ഏതാണ്? സീരീസ്. ഇനി അടുത്ത് കുള്ളൻ ഗ്രഹങ്ങൾ അല്ലേ? നമ്മൾ പറഞ്ഞു ഏകദേശം എത്ര? 5 കുള്ളൻ ഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ 8 ഗ്രഹങ്ങളുണ്ട്, 165ഓളം ഉപഗ്രഹങ്ങളുണ്ട്, 5 കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. ഓക്കെ അല്ലേ? എന്താണ് ഈ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒരു നക്ഷത്രത്തെ വലം വച്ചുകൊണ്ടിരിക്കുന്നതും, ഒരു നക്ഷത്രത്തിന്റെ പേര് വരാം, ഒരു നക്ഷത്രത്തിന്റെ പേര് സൂര്യൻ. ഒരു നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്നതും ഏകദേശ ഗോളീയ രൂപം ഉണ്ട്, ഏകദേശം ഗോളീയ രൂപമുള്ളതും, എന്നാൽ അതിന് സ്വന്തം ഭ്രമണപഥത്തിന്റെ പരിസരത്തിനുമേൽ പൂർണ്ണ നിയന്ത്രണ അധികാരം പാലിക്കാൻ സാധിക്കാത്തതുമായ ജ്യോതിർഗോളങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കുള്ളൻ ഗ്രഹങ്ങൾ. അതുകൊണ്ടാണ്, അതായത് സ്വന്തം ഭ്രമണപഥത്തിന് പുറത്ത് പോണത് കൊണ്ടാണ് പ്ലൂട്ടോയെ എന്ത് ചെയ്തത്? ഗ്രഹങ്ങളുടെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. അപ്പൊ എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒരു നക്ഷത്രത്തെ വലം വയ്ക്കും,
ഏതെങ്കിലും ഒരു നക്ഷത്രത്തെ വലം വയ്ക്കുന്നതും ഏകദേശം എന്തുണ്ടായിരിക്കും, അതിന് ഗോളീയ ആകൃതി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു നക്ഷത്രത്തെ വലം വയ്ക്കുന്നതും ഗോളീയ രൂപം ഉള്ളതും എന്നാൽ സ്വന്തം ഭ്രമണപഥത്തിന്റെ പരിസരത്തിനുമേൽ പൂർണ്ണ നിയന്ത്രണ അധികാരം പാലിക്കാൻ സാധിക്കാത്തതുമായ ജ്യോതിർ വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് എന്ത്? കുള്ളൻ ഗ്രഹങ്ങൾ. ഓക്കെ അല്ലേ? കുള്ളൻ ഗ്രഹങ്ങൾക്ക് അപ്പൊ ഗോളാകൃതി ഉണ്ടോ? ഉണ്ട്. ഒരു നക്ഷത്രത്തെ വലം വെക്കുന്നുണ്ടോ? ഉണ്ട്. ഇനി സ്വന്തം ഭ്രമണപഥത്തിന്റെ നിയന്ത്രണം അതിന് ചെയ്യാൻ പറ്റൂല, അതിനെ നിയന്ത്രിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു നക്ഷത്രത്തെ വലം വയ്ക്കുന്നതും ഏകദേശ ഗോളീയ രൂപം ഉള്ളതും എന്നാൽ എന്താണ് സ്വന്തം ഭ്രമണപഥത്തിന്റെ പരിസരത്തിന് മേൽ പൂർണ്ണ നിയന്ത്രണ അധികാരം പാലിക്കാൻ സാധിക്കാത്തതുമായ ആകാശ അല്ലെങ്കിൽ ജ്യോതിർ വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് കുള്ളൻ ഗ്രഹങ്ങൾ. കിട്ടിയോ? ഇനി ഒരു കുള്ളൻ ഗ്രഹങ്ങളുടെ പേര് പറഞ്ഞാൽ ഒന്ന് നമുക്കറിയാം. ആരാണ്? പ്ലൂട്ടോ. അതുപോലെ വേറൊന്നാണ് ഈറിസ് കേട്ടോ. ഈറിസ് നമ്മൾ നേരത്തെ പറഞ്ഞ സീറിസ് ഏതാണ്? അത് ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹം. അത് സായാണ് കേട്ടോ, സീറിസ്. ഇനി ഈറിസ് ചോദിച്ചാൽ ഈറിസ് അതൊരു കുള്ളൻ ഗ്രഹമാണ്. അപ്പൊ നമ്മൾ ഉപഗ്രഹങ്ങൾ എന്താണെന്ന് പഠിച്ചു, ക്ഷുദ്രഗ്രഹങ്ങൾ എന്താണെന്ന് പഠിച്ചു, കുള്ളൻ ഗ്രഹങ്ങളും പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി വാൽ നക്ഷത്രങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ധൂമകേതുക്കൾ. എന്താണ്? ധൂമകേതുക്കൾ. എന്താണത്? വാൽ നക്ഷത്രം. എന്താണ് വാൽ നക്ഷത്രം? ഇതിനെന്ന് പറഞ്ഞാൽ ദീർഘവൃത്താകൃതി നമ്മൾ പറയൂലേ, അങ്ങനെയുള്ള അതിദീർഘവൃത്താകൃതി ഉള്ളതും സുദീർഘമായതുമായ സഞ്ചാര പഥങ്ങളിലൂടെ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന താരതമ്യേന ചെറിയ ജ്യോതിർഗോളങ്ങളെ ആണ് എന്തെന്ന് പറയുന്നത്? വാൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ഇതിന് ഒരു വലിയ ദീർഘവൃത്താകൃതിയാണുള്ളത്. പിന്നെ എന്താണ്? ഒരു ദീർഘമായിട്ടുള്ള ഒരു സഞ്ചാര പഥത്തിലൂടെ ആരെ വലം വയ്ക്കുന്നു? സൂര്യനെ വലം വയ്ക്കുന്ന ചെറിയ ആകാശഗോളങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ധൂമകേതുക്കൾ അല്ലെങ്കിൽ വാൽ നക്ഷത്രങ്ങൾ. 4 ടേംസ് പഠിച്ചു. ഒന്ന് ഉപഗ്രഹങ്ങൾ. എന്തായിരുന്നു ഉപഗ്രഹങ്ങൾ? ഭൂമിയെയോ മറ്റു ഗ്രഹങ്ങളെയോ ചുറ്റിക്കറങ്ങുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഉപഗ്രഹങ്ങൾ. പിന്നെ ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ പരിധിയിൽ നിന്ന് അതിന് എന്ത് ചെയ്യാൻ പറ്റൂല, പുറത്തു പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പരിക്രമണം ചെയ്ത് അങ്ങനെ നിൽക്കും. പിന്നെ പറഞ്ഞു ഇത് പ്രകൃതിദത്തമുണ്ട്, മനുഷ്യനിർമ്മിതമുണ്ട്. പ്രകൃതിദത്തമാണെങ്കിൽ നമുക്ക് ഏത് പറയാം? ചന്ദ്രൻ. മനുഷ്യനിർമ്മിതം നമ്മുടെ ഉപഗ്രഹങ്ങളെല്ലാം മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങളാണ്. ബാക്കി അടുത്ത ക്ഷുദ്രഗ്രഹങ്ങൾ എന്താണെന്ന് പറഞ്ഞു? ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഭ്രമണപഥത്തിനിടയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന താരതമ്യേന ചെറിയ ആകാശഗോളങ്ങളെ വിളിക്കുന്ന പേരാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹമാണ് സീറിസ്. ഇനി എന്താണ് കുള്ളൻ ഗ്രഹം? ഒരു നക്ഷത്രത്തെ വലം വയ്ക്കും, ഗോളയ രൂപം ഉണ്ട്, എന്നാൽ ഭ്രമണപഥത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് അതെന്ത് ചെയ്യൂല, പാലിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ? ഈറിസ്, പിന്നെ പ്ലൂട്ടോ. ഈറിസ്, പ്ലൂട്ടോ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഈറിസും പ്ലൂട്ടോയും. ഇനി വാൽ നക്ഷത്രം അല്ലെങ്കിൽ ധൂമകേതുക്കൾ എന്ന് പറഞ്ഞാൽ ദീർഘവൃത്താകൃതിയാണ്. അതുപോലെ സുദീർഘമായ ഒരു സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന താരതമ്യേന ചെറിയ ആകാശീയ ഗോളങ്ങളെയാണ് വാൽ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ധൂമകേതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് സൂര്യൻ. നമുക്ക് മെയിൻ ആയിട്ടുള്ള ആളിലോട്ട് പോവാം. ആരാണ്? സൂര്യൻ. കുഴപ്പമില്ല. സൂര്യനെ കുറിച്ച് എന്ത് പറയാം? സൗരയൂഥത്തിന്റെ കേന്ദ്രം. ആരാണ്? സൂര്യൻ. ഭൂമിയുടെ ഊർജത്തിന്റെ ഉറവിടം ആരാണ്? സൂര്യനാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സൗരയൂഥത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള എന്താണ്? സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ. സൂര്യൻ ഒരു എന്താണ്? നക്ഷത്രമാണ് കേട്ടോ. അപ്പൊ എന്താണ്? സൗരയൂഥത്തിന്റെ കേന്ദ്രമായ സൂര്യൻ ഒരു നക്ഷത്രമാണ്. അപ്പൊ സൂര്യനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ. ഈ സൂര്യനെ ചുറ്റിയാണ് നമ്മുടെ 8 ഗ്രഹങ്ങൾ കറങ്ങുന്നത്. അപ്പോ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണെന്നും പറഞ്ഞു. ഇനി സൂര്യന്റെ ആരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? നമ്മളൊരു വട്ടം വരച്ച അതിന്റെ സെന്ററിൽ നിന്നുള്ള ദൂരം. അപ്പൊ അതിനെയാണ് എന്ന് പറയുന്നത് ആരം, റേഡിയസ്. എത്രയാണെന്ന് അറിയാമോ സൂര്യന്റെ ആരം? ഒരു 6 അക്ക സംഖ്യയാണ്. 1 10 100 1000 10 ലക്ഷം 69,06,340 കിലോമീറ്റർ ആണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. 69,06,340 69,06,340 കിലോമീറ്റർ ആണ് കേട്ടോ. കിലോമീറ്റർ 69,06,340 കിലോമീറ്റർ ആണ് ആരുടെ ആരം? സൂര്യന്റെ ആരം. അപ്പൊ ഭൂമിയുടെ ആരം നമുക്കറിയാം, നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. 6,371 എന്ത്
കിലോമീറ്റർ. നമ്മുടെ ഭൂമി അപ്പൊ ആലോചിച്ച് നോക്കണം, അതിന്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ആരുടെ ആരം? സൂര്യന്റെ ആരം. അപ്പൊ ഭൂമിയുടെ ആരം എത്രയാണ്? 6371 കിലോമീറ്റർ. എത്രയാണ്? 6371 കിലോമീറ്റർ. ഓക്കെ അല്ലേ? നമ്മളിതാ പറഞ്ഞു, ഈ സൂര്യന്റെ ആരം ഭൂമിയുടെ ആരത്തിന്റെ 110 മടങ്ങാണ് കേട്ടോ. സൂര്യൻ നമ്മുടെ ഭൂമിയുടെ ആരം അല്ലെങ്കിൽ സൂര്യന്റെ ആരം ഭൂമിയുടെ ആരത്തിന്റെ 110 മടങ്ങ്. സൂര്യന്റെ ആരം ഭൂമിയുടെ ആരത്തിന്റെ 110 മടങ്ങാണ്. ഇനി സൂര്യന്റെ ഭ്രമണകാലം എത്രയാണ്? സൂര്യന്റെ ഭ്രമണകാലം 25 ദിവസമാണ് കേട്ടോ. 25 ദിവസമാണ്. 25 ദിവസം. മധ്യരേഖയിലാണ് എത്ര? 25 ദിവസം. അപ്പൊ മധ്യരേഖയിലാണെങ്കിൽ 25 ദിവസവും ഇനി ധ്രുവങ്ങളിലാണെങ്കിൽ 36 ദിവസമാണ് കേട്ടോ. അപ്പൊ സൂര്യന്റെ ഭ്രമണകാലം മധ്യരേഖയിലാണെങ്കിൽ 25 ദിവസവും ഇനി ധ്രുവങ്ങളിലാണെങ്കിൽ 36 ദിവസമാണ്. 36 ദിവസമാണ് ധ്രുവങ്ങളിൽ സൂര്യന്റെ ഭ്രമണകാലം. പരിക്രമണ കാലമാണ് നീ പറഞ്ഞ എത്രയോ ദശലക്ഷം വർഷം. എത്ര ദശലക്ഷം? 250 ദശലക്ഷം വർഷമാണ് കേട്ടോ. അപ്പോ സൂര്യന്റെ പരിക്രമണ കാലം ചോദിച്ചാൽ 250 ദശലക്ഷം വർഷമാണ്. 250 ദശലക്ഷം വർഷം അല്ലെങ്കിൽ നമുക്കറിയാം 25 കോടി വർഷം നമ്മൾ പറയാറുണ്ട്. 25 കോടി വർഷം. ഇനി അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഭ്രമണം കുറവും പരിക്രമണമാണ് കൂടുതൽ. ഇനി സൂര്യന്റെ ഭ്രമണം നമ്മുടെ മധ്യരേഖയിലാണെങ്കിൽ 25 ദിവസവും ധ്രുവങ്ങളിലാണെങ്കിൽ 36 ദിവസവും. ഇനി സൂര്യന്റെ ഭ്രമണം പരിക്രമണം 250 ദശലക്ഷം വർഷം അല്ലെങ്കിൽ 25 കോടി വർഷം. 25 കോടി വർഷം. ഓക്കെ അല്ലേ? ഇനി സൂര്യനിൽ കുറച്ച് പാളികളുണ്ടല്ലേ? സൂര്യനിൽ കാണപ്പെടുന്ന പാളികൾ അറിയാമോ? ഒരെണ്ണം അറിയാം. കൊറോണ. 1 കൊറോണ. 2 കോമോസ്തിയർ. 2 എന്താണ്? കോമോസ്തിയർ. നമ്മൾ അസ്ഥി എഴുതുന്ന സ്ഥി ഇല്ലേ, അതാണ് കോമോസ്തിയർ. അപ്പൊ 1 ഏതാണ്? കൊറോണ. 2 കോമോസ്തിയർ. 3 അതിന്റെ വേറൊരു പേര് ഫോട്ടോസ്തിയർ. ഏതാണ്? ഫോട്ടോസ്തിയർ. അപ്പൊ 1 കൊറോണ, 2 കോമോസ്തിയർ, 3 ഫോട്ടോസ്തിയർ. അടുത്ത 4 ഫോട്ടോസ്തിയർ. അടുത്ത 4ാമത്താണ് സംവഹന മണ്ഡലം. എന്താണ്? സംവഹന മണ്ഡലം. 4 ഏതാണ്? സംവഹന മണ്ഡലം. അപ്പൊ 4 ഒന്ന് പറഞ്ഞേ. കൊറോണ, കോമോസ്തിയർ, ഫോട്ടോസ്തിയർ, സംവഹന മണ്ഡലം. അടുത്ത 5ാമത്തതാണ് വികിരണ മണ്ഡലം. എന്താണ്? വികിരണ മണ്ഡലം. അപ്പൊ 5 പറഞ്ഞേ. കൊറോണ, കോമോസ്തിയർ, ഫോട്ടോസ്തിയർ, സംവഹന മണ്ഡലം, വികിരണ മണ്ഡലം. അവസാനത്താണ് കാമ്പ്. നമ്മുടെ ഭൂമിയുടെ അകത്തോട്ട് പോകുമ്പോ ഏറ്റവും അവസാനത്തെ ആരാണ്? കാമ്പ്. അതുപോലെ സൂര്യനിൽ ഏറ്റവും താഴെയുള്ളതാണ് ആര്? കാമ്പ്. അപ്പൊ ഇത് ഓർഡറിലാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അതിൽ ഏറ്റവും വലുത് ഏറ്റവും പുറമേ ഉള്ള പാളി ഏതാണ്? കൊറോണയാണ്. അപ്പൊ മൊത്തം എത്ര പാളിയാണുള്ളത്? എത്ര? 6. മൊത്തം എത്ര പാളിയുണ്ട്? 6. ഒന്ന് ഓർഡറിൽ പറഞ്ഞേ. കൊറോണ, കോമോസ്തിയർ, ഫോട്ടോസ്തിയർ, സംവഹന മണ്ഡലം, വികിരണ മണ്ഡലം, കാമ്പ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഭൂമിയുടെ ഘടന പഠിക്കൂലേ, അതേ സെയിം ഓർഡറിലാണ് നമ്മൾ ഭൂമിയുടെ ഘടന പഠിക്കുമ്പോൾ ഏറ്റവും മുകളിൽ ആരാണ് പറയുന്നത്? ഭൂവൽക്കം, മാന്റില്, കാമ്പ്. അതേ ഓർഡർ പോലെ തന്നെയാണ് നമ്മുടെ സൂര്യന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പുറമെ ആരാണ്? കൊറോണ. 2ാമത് കോമോസ്തിയർ. 3ാമത്തത് ഫോട്ടോസ്തിയർ. 4 സംവഹന മണ്ഡലം. 5 വികിരണ മണ്ഡലം. 6 കാമ്പ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കൊറോണയുടെ പ്രത്യേകത നമുക്കറിയാം. എന്താണെന്ന് പറഞ്ഞു? ഏറ്റവും പുറമേ ഉള്ളതാണ്. ഈ കോമോസ്തിയറിനെ വർണ്ണമണ്ഡലം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. കോമോസ്തിയറിനെ എന്നറിയപ്പെടുന്നു വർണ്ണമണ്ഡലം. ഇവിടെ തിരിയുന്ന ഒരു സംഭവം ഉണ്ട്. ഇവിടെ ഫോട്ടോസ്തിയറും ഉണ്ട്, കോമോസ്തിയറും ഉണ്ട്. നമ്മൾ ഫോട്ടോ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വർണ്ണത്തിലോട്ട് പോകും. അല്ല, വർണ്ണമണ്ഡലം ഏതാണ്? അത് കോമോസ്തിയർ ആണ്. ഇതിൽ വർണ്ണമണ്ഡലം ഏതാണ്? കോമോസ്തിയർ. വർണ്ണമണ്ഡലം ഏതാണ്? കോമോസ്തിയർ. അപ്പൊ ഫോട്ടോസ്തിയറിനെ അറിയപ്പെടുന്ന പേരാണ് പ്രഭാത മണ്ഡലം. എന്താണ്? പ്രഭാത മണ്ഡലം. പ്രഭാത മണ്ഡലമാണ് ഏത്? ഫോട്ടോസ്തിയർ. ഓർത്താൽ നമ്മൾ രാവിലെ എന്റെ നോക്കുമ്പോ ആ ഉദയമൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയല്ല, അത് വെച്ചിട്ട് അങ്ങ് പിടിച്ചാൽ മതി. അപ്പോ പ്രഭാത മണ്ഡലം ഏതാണ്? ഫോട്ടോസ്തിയർ. പ്രഭാത മണ്ഡലം ഏതാണ്? ഫോട്ടോസ്തിയർ. അപ്പൊ കൊറോണ എന്താണ്? ബാഹ്യഭാഗത്തെ ഏറ്റവും പുറമേ ഉള്ളതാണ് കൊറോണ. ഇനി അടുത്ത് 2ാമത് ആരായിരുന്നു? കോമോസ്തിയർ. അതിന്റെ പ്രത്യേകത എന്താണ്? അത് വർണ്ണമണ്ഡലം. 3ാമത്തെ ആളാണ് ആരാണ്? ഫോട്ടോസ്തിയർ. അതിന്റെ പ്രത്യേകത പ്രഭാത മണ്ഡലം. ഓക്കെ അല്ലേ? പിന്നെ 4ാമത്തെ ആൾ ആരായിരുന്നു?
സംവഹന മണ്ഡലം, 5 വികിരണ മണ്ഡലം, 6 കാമ്പ്. ഓക്കെ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. LGS ആണെന്ന് പറഞ്ഞ് വിടരുത്, ഇതൊക്കെയാണ് ചോദിക്കാൻ പോണേ. അപ്പൊ ഇത് എന്താണ്? സൂര്യന്റെ പാളികൾ. സൂര്യനിലുള്ള പാളികളാണ്. നമ്മൾ ഭൂമിയുടെ പാളികൾ പഠിക്കുന്നത് പോലെ നമ്മുടെ സൂര്യനിലുള്ള 6 പാളികളാണ് നമ്മൾ പഠിച്ചത്. ഒന്നും കൂടി പറഞ്ഞിട്ട് പോവാം. ഒന്ന് പറഞ്ഞേ. കൊറോണ, കോമോസ്ഫിയർ, ഫോട്ടോസ്ഫിയർ, സംവഹന മണ്ഡലം, വികിരണ മണ്ഡലം, കാമ്പ്. ഓക്കെ അല്ലേ? കിട്ടിയോ? ഇനി സൂര്യനിൽ കുറച്ച് പദാർത്ഥങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇതിന്റെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. അപ്പൊ സൂര്യനിലെ പദാർത്ഥങ്ങളുടെ അവസ്ഥ ചോദിച്ചാൽ ഏതാണ്? പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യനിലെ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത്. ഇനി സൂര്യനിൽ ഊർജ്ജമാറ്റം നടക്കുന്നില്ലേ? ഏതാണ്? നമുക്ക് ന്യൂക്ലിയർ ഫിഷനും അറിയാം, ന്യൂക്ലിയർ ഫ്യൂഷനും അറിയാം. അവിടെയാണ് സംശയം പറയുന്നത്. ഇതിൽ ഏതാണ്? ഫ്യൂഷൻ ആണ് കേട്ടോ. ഫ്യൂഷൻ ആണ്. സൂര്യനിൽ ഏതാണ്? ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ സൂര്യനിലെ പദാർത്ഥങ്ങൾ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. സൂര്യനിലെ ഊർജ്ജമാറ്റം ചോദിച്ചാൽ ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇനി നമ്മൾ പറഞ്ഞു ഫോട്ടോസ്ഫിയറിന്റെ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞു? ഫോട്ടോസ്ഫിയർ പ്രഭാത മണ്ഡലം. അപ്പോ ഇതിനകത്തൊരു പോയിന്റും കൂടി പഠിക്കാം. നമുക്ക് ഭൂമിയിൽ നിന്ന് എന്താണ് ദൃശ്യമാകുന്ന സൂര്യന്റെ പ്രതലം, അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ നിന്ന് ഈ സൂര്യനെ കാണുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഈ ഫോട്ടോസ്ഫിയറിനെയാണ് കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ മനുഷ്യർക്ക് നമുക്ക് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന സൂര്യന്റെ പ്രതലം ചോദിച്ചാൽ ഏതാണ്? ഫോട്ടോസ്ഫിയർ ആണ്. ഓക്കെ അല്ലേ? അതുകൊണ്ടായിരിക്കും അതിന് എന്തെന്ന് പറയുന്നത്? പ്രഭാത മണ്ഡലം എന്നും പറയുന്നത് കേട്ടോ. രാവിലെ. അപ്പൊ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് സൂര്യന്റെ ഏത് പാളിയാണ് കാണാൻ പറ്റുന്നത്? ഫോട്ടോസ്ഫിയറിനെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇനി സൂര്യഗ്രഹണം. ഗ്രഹണം എന്ന് പറയുമ്പോ എപ്പോഴാണ്? സൂര്യഗ്രഹണം. ഗ്രഹണം ഏ സമയത്ത്? സൂര്യ അസ്തമയ സമയത്ത്, സന്ധ്യയ്ക്ക്. അപ്പൊ സൂര്യഗ്രഹണ സമയത്ത് മാത്രം ദൃശ്യമാകുന്ന ആളാണ് ആര്? കൊറോണ കേട്ടോ. അപ്പൊ സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് മാത്രം നടക്കുന്ന സമയത്ത് മാത്രം ദൃശ്യമാകുന്ന പാളിയാണ് ഏത്? കൊറോണ. നമ്മൾ അല്ല, ഞാൻ ചോദിച്ചതല്ല ചോദിച്ചത്. സൂര്യഗ്രഹണം നടക്കുമ്പോൾ മാത്രം ദൃശ്യമാകുന്ന പാളിയാണ് കൊറോണ. ഭൂമിയിൽ നിന്ന് കാണുന്നത് ഫോട്ടോസ്ഫിയർ. സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്നത് കൊറോണ. ഓക്കെ അല്ലേ? ഇനി ഈ കൊറോണയ്ക്കും ഈ ഫോട്ടോസ്ഫിയറിനും ഇടയ്ക്കാണ് നമ്മൾ പഠിച്ച വേറൊരാളെ പഠിച്ചു. ആരെയാണ്? കോമോസ്ഫിയർ പഠിച്ചില്ലേ? കോമോസ്ഫിയർ. അപ്പൊ ഈ കൊറോണയ്ക്കും ഫോട്ടോസ്ഫിയറിനും ഇടയിലാണ് ആര്? കോമോസ്ഫിയർ. ആ കോമോസ്ഫിയറിന്റെ പ്രത്യേകത എന്തായിരുന്നു? വർണ്ണമണ്ഡലം. നമ്മൾ ഭൂമിയുടെ ഘടന പഠിക്കുന്ന അതേ പ്രോസസ് തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ആള് കൊറോണ, മൂന്നാമത്തെ ആള് ഫോട്ടോസ്ഫിയർ. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ളതാണ് കോമോസ്ഫിയർ. ഓക്കെ അല്ലേ? കിട്ടിയോ? അത്ര സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ സൂര്യന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കട്ടെ. വെയിറ്റ് ഇല്ലടി, അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. രണ്ടാമത് ഹീലിയം. അപ്പൊ സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ ഹൈഡ്രജൻ, രണ്ടാം സ്ഥാനത്ത് ഹീലിയം. ഓക്കെ അല്ലേ? ഇനി ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ആരാണ്? സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ചോദിച്ചാലും സൂര്യനാണ്. ഏറ്റവും വലിയ നക്ഷത്രം ചോദിച്ചാലും സൂര്യനാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മുടെ ബേസ് പോയിന്റ്സ് ആണ് അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു പ്ലൂട്ടോ ഇപ്പൊ എന്താണെന്ന് പറഞ്ഞു? കുള്ളനാണ്. എന്നാണ് ഗ്രഹ പദവി പ്ലൂട്ടോയ്ക്ക് നഷ്ടപ്പെട്ടത്? അതായത് അതിനൊരു മീൻസ് അത് എന്താണ് അതിനെ പറയുന്നത്? നഷ്ടപ്പെട്ടത് ഒഫീഷ്യലി എന്നാണ് അതിനെ പുറത്താക്കിയതെന്ന്? 2006 കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 24. അപ്പൊ പ്ലൂട്ടോയുടെ ഗ്രഹ പദവി നഷ്ടപ്പെട്ടത് എന്നാണ്? 2006 ഓഗസ്റ്റ് 24 എന്നാണ്. 2006 ഓഗസ്റ്റ് 24-നാണ്. 2006 ഓഗസ്റ്റ് 24-നാണ് പ്ലൂട്ടോയ്ക്ക് അതിന്റെ ഗ്രഹ പദവി നഷ്ടമായത്. എടാ, ഇനി ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ആസ്ഥാനം
പാരീസ് ആണ് കേട്ടോ. എവിടെയാണ്? പാരീസ്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? പാരീസിലാണ്. ഇത് എന്നാണ് സ്ഥാപിതമായെന്ന് അറിയാമോ? 1919 നമ്മുടെ ചരിത്ര പ്രധാനമായ കുറെ ജാലിയൻ വാലാബാഗ് പോലുള്ള കുറെ സംഭവങ്ങൾ നടന്ന വർഷമാണ് 1919. 1919 എന്ത് സ്ഥാപിതമായത്? ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. എവിടെ ആസ്ഥാനം? പാരീസിലാണ് ആസ്ഥാനം. ഇനി പ്ലൂട്ടോയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഉപഗ്രഹം ഉണ്ട് കേട്ടോ, നമുക്ക് അറിയാന്നുള്ളതാണ്, പെട്ടെന്ന് മറന്നുപോകും. ഷാരൺ നേടിയിട്ടുണ്ടോ? ഷാരൺ എടുത്തില്ലേ? ഷാരൺ ഇൻ കൂൺ ഇൻ അല്ല ഷാ. അപ്പൊ പ്ലൂട്ടോയുടെ ഒരു പ്രധാനപ്പെട്ട ഉപഗ്രഹമായിരുന്നു ആര്? ഷാരൺ. എടാ, ഇനി ഗ്രഹങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. ഒരു ഗ്രഹം ആണെങ്കിൽ അതിന് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം? സൂര്യനെ ചുറ്റി പ്രദക്ഷിണം ചെയ്യണം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സൂര്യനെ ചുറ്റി പ്രദക്ഷിണം ചെയ്യണം. ഇനി ഗോളാകൃതി ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ഗ്രഹം ആണെങ്കിൽ അതിന് എന്തൊക്കെ? ഒന്നാമത്തെ ലക്ഷണം എന്താണ്? സൂര്യനെ ചുറ്റി പ്രദക്ഷിണം ചെയ്യണം, ഗോളാകൃതി ഉണ്ടായിരിക്കണം, സ്വതന്ത്രമായിട്ട് ഒരു ഭ്രമണ പദം വേണം. ആർക്കതില്ല? പ്ലൂട്ടോയ്ക്ക് അതില്ലാത്തതുകൊണ്ട് നൈസിന് പിടിച്ച് പുറത്താക്കിയത്. അപ്പോൾ സ്വന്തമായിട്ടൊരു ഭ്രമണ പദം വേണം. അപ്പോൾ ഒരു ഗ്രഹത്തിന്റെ ലക്ഷണങ്ങൾ ചോദിച്ചാൽ സൂര്യനെ ചുറ്റി പ്രദക്ഷിണം ചെയ്യണം, ഗോളാകൃതി ഉണ്ടായിരിക്കണം, സ്വന്തമായിട്ട് എന്താണ് സ്വതന്ത്രമായ ഒരു ഭ്രമണ പദം ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് വലിപ്പം, സാന്ദ്രത, അകലെ, അടുത്ത് നോക്കിയാലോ? വട്ടാവോ? ഗ്രഹങ്ങളെ കുറിച്ച്. അതായത് ഗ്രഹങ്ങളുടെ സവിശേഷതകളാണ്. ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനങ്ങൾ. പക്ഷെ നമുക്ക് മറന്നു. ആദ്യം നമ്മള് അകലം. ഏറ്റവും കൂടുതൽ അകലത്തിലുള്ളത് ആരാണ്? നെപ്റ്റ്യൂൺ. അപ്പൊ അടുത്ത ആരായിരിക്കും? ബുധൻ. ഫസ്റ്റ് പോയിന്റ് പഠിച്ചു. അകലം നമ്മൾ പഠിച്ചു. അകലം അടുത്താരാണ്? ബുധൻ. അകലെ ആരാണ്? നെപ്റ്റ്യൂൺ. അടുത്ത ചൂട് കൂടിയത് ശുക്രൻ. നമ്മൾ പറയും അതിന് നമ്മൾ വേറെ കുറെ പേര് തിളക്കമുള്ള സാധനത്തിന് ചൂടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ചൂട് കൂടുതൽ ആർക്കാണ്? ശുക്രൻ. അപ്പൊ ചൂട് കുറവ് ആർക്കായിരിക്കും? ഇങ്ങനെ ഓർത്താൽ മതി. ഏറ്റവും ദൂരെ നിൽക്കുന്ന ആളിന് ചൂട് കുറവാണ്. നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെയാണ്. അങ്ങനെ വെച്ച് നമുക്ക് ശുക്രനെ പറയാൻ പറ്റൂല. എങ്കിലും അങ്ങനെ ഓർത്തോ. കുറവിന്റെ കാര്യത്തില് അങ്ങനെ ഓർത്തോ, കുറവിന്റെ കാര്യത്തിൽ അങ്ങനെ ഓർത്തോ, കൂടുതലിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റൂല. അടുത്ത് തന്നെ എങ്കിലും നമുക്ക് ബുധനെ പറയാമോ എന്നൊരു സംശയം വരും. അപ്പൊ നോക്കിയോ, ചൂടിന്റെ കാര്യത്തിൽ കൂടുതൽ ആർക്കാണ്? ശുക്രനും. കുറവ് ആർക്കാണ്? നെപ്റ്റ്യൂൺ. അപ്പൊ രണ്ടെണ്ണം പഠിച്ചു. അകലം കൂടുതൽ നെപ്റ്റ്യൂൺ, കുറവ് ബുധൻ. ഇനി ചൂട് കൂടുതൽ ശുക്രൻ, ചൂട് കുറവ് നെപ്റ്റ്യൂൺ. ഇനി ഉപഗ്രഹങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാ? ശനി. ആർക്കാണ്? ശനിക്കാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് ഉപഗ്രഹങ്ങൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ആർക്കാണ്? ശനി. ഏറ്റവും കുറവ് നമുക്കാണ്, ഭൂമിക്ക്. ഏറ്റവും കുറവ് ഉപഗ്രഹങ്ങൾ ആർക്കാണ്? ഭൂമിക്കാണ് കേട്ടോ. ഭൂമിക്കാണ് ഏറ്റവും കുറവ് ഉപഗ്രഹങ്ങൾ. അപ്പൊ 3 പോയിന്റ് പഠിച്ചു. അകലം കൂടുതൽ നെപ്റ്റ്യൂൺ, കൂടുതൽ നെപ്റ്റ്യൂൺ, കുറവ് ബുധൻ. ഇനി ചൂട് കൂടുതൽ ശുക്രൻ, ചൂട് കുറവ് നെപ്റ്റ്യൂൺ. ഉപഗ്രഹങ്ങൾ കൂടുതൽ ശനി, കുറവ് ഭൂമി. ഓക്കെ അല്ലേ? വലിപ്പം കൂടി നമ്മൾ ആദ്യം പഠിച്ചു. വ്യാഴം. വലിപ്പം കൂടിയത് വ്യാഴം, കുറഞ്ഞത് ആദ്യത്താണ് ബുധൻ. അപ്പൊ വലിപ്പത്തിൽ 1ാം സ്ഥാനം വ്യാഴം, ഏറ്റവും അവസാനം ബുധൻ. അപ്പൊ വലിപ്പം കൂടുതൽ വ്യാഴത്തിനും, വലിപ്പം കുറവ് ബുധൻ. 4 പഠിച്ചു. അകലം കൂടുതൽ നെപ്റ്റ്യൂൺ, അകലം കുറവ് ബുധൻ. ചൂട് കൂടുതൽ ശുക്രൻ, ചൂട് കുറവ് നെപ്റ്റ്യൂൺ. അടുത്ത ഉപഗ്രഹങ്ങൾ കൂടുതൽ ശനി, കുറവ് ഭൂമി. അടുത്ത വലിപ്പം കൂടുതൽ വ്യാഴം, വലിപ്പം കുറവ് ബുധൻ. ഓക്കെ അല്ലേ? അടുത്ത സാന്ദ്രത. എന്താണ് സാന്ദ്രത? എടാ, സാന്ദ്രത കൂടുതൽ ഭൂമിക്കാണ്. സാന്ദ്രത കൂടുതൽ ആർക്കാണ്? ഭൂമിക്കാണ്. സാന്ദ്രത കുറവ് ശനി. സാന്ദ്രത കുറവ് ആർക്കാണ്? ശനി. ഉപഗ്രഹങ്ങളും സാന്ദ്രതയും ഓപ്പോസിറ്റ് ആണ്. ഉപഗ്രഹങ്ങൾ കൂടുതൽ ആർക്കാണ്? ശനിക്കാണ്. സാന്ദ്രത കുറവ് ആർക്കാണ്? ശനിക്കാണ്. ഉപഗ്രഹങ്ങൾ കുറവ് ആർക്കാണ്? ഭൂമിക്കാണ്. സാന്ദ്രത കൂടുതൽ ആർക്കാണ്? ഭൂമിക്കാണ്. ഓക്കെ അല്ലേ? അപ്പൊ സാന്ദ്രത കൂടുതൽ, സാന്ദ്രത ഓർത്താൽ നമ്മുടെ ഭൂമിക്കാണ് സാന്ദ്രത. അതെ, സാന്ദ്രത കൂടുതൽ. കുറവ് ശനി. ഒന്നും കൂടെ ചോദിക്കട്ടെ. 5 പഠിച്ചല്ലേ? അകലം കൂടുതൽ നെപ്റ്റ്യൂൺ, കുറവ് ബുധൻ. ചൂട് കൂടുതൽ ശുക്രൻ, ചൂട് കുറവ് നെപ്റ്റ്യൂൺ, ചൂട് കുറവ് നെപ്റ്റ്യൂൺ. ഏറ്റവും ദൂരെയുള്ള ഓർത്താൽ മതി. ചൂട് കുറവ് നെപ്റ്റ്യൂൺ. അടുത്ത് ഉപഗ്രഹങ്ങൾ കൂടുതൽ ശനി, ഉപഗ്രഹങ്ങൾ കുറവ് ഭൂമി. ഉപഗ്രഹങ്ങൾ കുറവ് നമുക്കാണ്, ഉപഗ്രഹങ്ങൾ കുറവ് ഭൂമി. വലിപ്പം കൂടുതൽ വ്യാഴം, വലിപ്പം കുറവ് ബുധൻ. സാന്ദ്രത കൂടുതൽ ഭൂമി, സാന്ദ്രത കുറവ് ശനി. ഭാരം
വ്യാഴം. ഏറ്റവും വലുതാരാണ്? വ്യാഴം. വ്യാഴം ശരിയായിട്ട് പറഞ്ഞു. ഏറ്റവും വലുതാരാണ്? വ്യാഴം. അതിനാണ് എന്തും കൂടുതൽ? ഭാരവും കൂടുതൽ. ഏറ്റവും വലുത് വ്യാഴമാണ്. വ്യാഴത്തിനാണ് ഭാരം കൂടുതൽ. ഭാരം കുറവ് ശനി. ഭാരം കുറവ് ശനി. ഭാരം കുറവ് ശനി. ശനി ശനി ശനിക്കാണ് ഭാരം കുറവ്. ചോദിക്കട്ടാ? ഏറ്റവും അകലം കൂടുതൽ നെപ്റ്റ്യൂൺ. അകലം കുറവ് ബുധൻ. ചൂട് കൂടുതൽ ശുക്രൻ. ചൂട് കുറവ് നെപ്റ്റ്യൂൺ. ഉപഗ്രഹങ്ങൾ കൂടുതൽ ശനി. ഉപഗ്രഹം കുറവ് ഭൂമി. വലിപ്പം കൂടുതൽ വ്യാഴം. വലിപ്പം കുറവ് ബുധൻ. സാന്ദ്രത കൂടുതൽ ഭൂമി. സാന്ദ്രത കുറവ് ശനി. ഭാരം കൂടുതൽ വ്യാഴം. ഭാരം കുറവ് ശനി. ഇനി പരിക്രമണ സമയമുണ്ട്. പരിക്രമണ സമയമുണ്ട്. ഭ്രമണ സമയമുണ്ട്. പരിക്രമണ സമയം ഏറ്റവും കൂടുതൽ നെപ്റ്റ്യൂണിനാണ്. ഏറ്റവും ദൂരെയല്ലേ? അപ്പൊ അതിന് പരിക്രമണം ചെയ്യാൻ ഒരുപാട് സമയം വേണം. അപ്പൊ പരിക്രമണം ഏറ്റവും കൂടുതൽ നെപ്റ്റ്യൂണിന്. അപ്പൊ കുറവാർക്കായിരിക്കും? ബുധൻ. പരിക്രമണ സമയം കൂടുതൽ നെപ്റ്റ്യൂൺ. പരിക്രമണ സമയം കുറവ് ബുധൻ. ഇനി ഭ്രമണ സമയമാണെങ്കിലോ അത് ഇത് വെച്ച് പറയരുത്. ഭ്രമണ സമയം കൂടുതൽ ശുക്രനാണ് കേട്ടോ. ഭ്രമണ സമയം കൂടുതൽ ആർക്കാണ്? ശുക്രൻ. ഭ്രമണ സമയം കൂടുതൽ ശുക്രൻ. ഇനി ഭ്രമണ സമയം കുറവ് വ്യാഴം. വ്യാഴത്തിനാണ് ഭ്രമണ സമയം കുറവ്. പരിക്രമണം നമുക്ക് എന്താണ് അതിന്റെ അകലം വെച്ച് പറയാം. പരിക്രമണം കൂടുതൽ ആർക്കാണ്? അവസാനത്തെ ആളിനാണ്, നെപ്റ്റ്യൂൺ. പരിക്രമണം കുറവ് ബുധൻ. ഇനി ഭ്രമണമാണെങ്കിലോ ഭ്രമണം കൂടുതൽ ശുക്രനും ഭ്രമണം കുറവ് വ്യാഴവും. ഓക്കെ ആണോ? ഇനി ഒരു രണ്ടെണ്ണം കൂടെ ഉണ്ട്. അപ്പൊ ഇത്ര ഒന്ന് പറഞ്ഞിട്ട് പോവാം. അകലം കൂടുതൽ നെപ്റ്റ്യൂൺ. അകലം കുറവ് ബുധൻ. ചൂട് കൂടുതൽ ശുക്രൻ. ചൂട് കുറവ് നെപ്റ്റ്യൂൺ. ഉപഗ്രഹങ്ങൾ കൂടുതൽ ശനി. ഉപഗ്രഹം കുറവ് ഭൂമി. വലിപ്പം കൂടുതൽ വ്യാഴം. വലിപ്പം കുറവ് ബുധൻ. സാന്ദ്രത കൂടുതൽ ഭൂമി. സാന്ദ്രത കുറവ് ശനി. ഭാരം കൂടുതൽ വ്യാഴം. ഭാരം കുറവ് ശനി. പരിക്രമണ സമയം കൂടുതൽ നെപ്റ്റ്യൂൺ. പരിക്രമണ സമയം കുറവ് ബുധൻ. ഭ്രമണ സമയം കൂടുതൽ ശുക്രൻ. ഭ്രമണ സമയം കുറവ് വ്യാഴം. ഇനി ഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണം ഉണ്ടല്ലോ. ആ ഗുരുത്വാകർഷണം ഏറ്റവും കൂടിയ ഗ്രഹമാണ് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതൽ ആർക്കാണ്? വ്യാഴം. ഏറ്റവും കുറവ് ഏറ്റവും ചെറിയ ഗ്രഹത്തിനാണെന്ന് ഓർക്കുക, ബുധൻ. ഓക്കെ അല്ലേ? അപ്പൊ ഗുരുത്വാകർഷണം കൂടുതൽ വലിയ ഗ്രഹമായ വ്യാഴത്തിനും ഗുരുത്വാകർഷണം കുറവ് ചെറിയ ഗ്രഹമായ ബുധനും. അതുപോലെ തന്നെയാണ് പാലായന പ്രവേഗവും. എന്താണ്? പാലായന പ്രവേഗം. പാലായന പ്രവേഗം കൂടുതൽ വ്യാഴത്തിനും അതായത് ഏറ്റവും വലിയ സാധനത്തിനാണ്, വലിയ ഗ്രഹത്തിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? പാലായന പ്രവേഗം ഉള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗം ഉള്ളത് ആർക്കാണ്? വ്യാഴത്തിനും. കുറവാർക്കായിരിക്കും? ബുധൻ. അപ്പൊ ഗുരുത്വാകർഷണവും പാലായന പ്രവേഗവും ഒരുപോലെയാണെന്ന് ഓർക്കുക. ഗുരുത്വാകർഷണം കൂടുതൽ വ്യാഴം, കുറവ് ബുധൻ. പാലായന പ്രവേഗം കൂടുതൽ വ്യാഴം, കുറവ് ബുധൻ. അപ്പൊ ഗ്രഹങ്ങളുടെ സവിശേഷത ഇത്രയും സാധനം അങ്ങ് പഠിച്ച് അതങ്ങ് സെറ്റായി. ചോദിക്കട്ടാ? ഒന്ന് നോക്ക്. സെറ്റ് ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. അകലം, ചൂട്, ഉപഗ്രഹങ്ങൾ, വലിപ്പം, സാന്ദ്രത, ഭാരം, പരിക്രമണ സമയം, ഭ്രമണ സമയം, ഗുരുത്വാകർഷണം, പാലായന പ്രവേഗം ഇത്രയാണ് ഉള്ളത്. പറയാം. അകലം കൂടുതൽ നെപ്റ്റ്യൂൺ. അകലം കുറവ് ബുധൻ. ചൂട് കൂടുതൽ ശുക്രൻ. ചൂട് കുറവ് നെപ്റ്റ്യൂൺ. ഉപഗ്രഹങ്ങൾ കൂടുതൽ ശനി. ഉപഗ്രഹം കുറവ് ഭൂമി. നിനക്കത് ഒരിക്കലും കിട്ടില്ല. നമുക്കാണ് ഉപഗ്രഹം കുറവ് ഭൂമി. ഭൂമിക്ക് ഒരു ഉപഗ്രഹമല്ലേ ഉള്ളൂ, ചന്ദ്രൻ. അടുത്ത വലിപ്പം കൂടുതൽ വ്യാഴം. വലിപ്പം കുറവ് ബുധൻ. സാന്ദ്രത കൂടുതൽ ഭൂമി. സാന്ദ്രത കുറവ് ശനി. ഭാരം കൂടുതൽ വ്യാഴം. സാന്ദ്രത കുറവ് ഭാരം കുറവ് ശനി. ഭാരം കൂടുതൽ വ്യാഴം. ഭാരം കുറവ് ശനി. പരിക്രമണ സമയം നെപ്റ്റ്യൂൺ. പരിക്രമണ സമയം കുറവ് ബുധൻ. ഇനി ഭ്രമണ സമയം കൂടുതൽ ശുക്രൻ, കുറവ് വ്യാഴം. വ്യാഴം. ഭ്രമണ സമയം കൂടുതൽ ശുക്രനും കുറവ് വ്യാഴം. ഗുരുത്വാകർഷണം കൂടുതൽ വ്യാഴം. ഗുരുത്വാകർഷണം കുറവ് ബുധൻ. പാലായന പ്രവേഗം കൂടുതൽ വ്യാഴം. പാലായന പ്രവേഗം കുറവ് ബുധൻ. ഓക്കെ ആണോ? സെറ്റാണോ? ഇനി ബുധന് അന്തരീക്ഷം ഇല്ല. എന്താണ്? ബുധന് അന്തരീക്ഷം ഇല്ല. ബുധന് അന്തരീക്ഷം ഇല്ല. അപ്പൊ താഴെ പറയുന്ന പോലെ അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹം ഏതാണ്? ബുധൻ. ബുധൻ എന്തില്ല? അന്തരീക്ഷം ഇല്ല. ബുധനിൽ എന്തില്ല? അന്തരീക്ഷം ഇല്ല. ഇനി നമ്മൾ പറഞ്ഞല്ലോ ശുക്രന് ചൂട് കൂടുതലാണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അതെന്തുകൊണ്ടാണ്? അടുത്ത് നിൽക്കുന്നത് കൊണ്ടല്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ശുക്രനില് ഹരിതഗ്രഹ പ്രഭാവം ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്ത് കൂടുതൽ? ചൂട് കൂടുതൽ. അപ്പൊ ശുക്രനില് ഹരിതഗ്രഹ പ്രഭാവം ഉണ്ട്. അതുകൊണ്ട് എന്താണ് അതിന്? ചൂട് കൂടുതൽ. അപ്പൊ ശുക്രന് ചൂട് കൂടാൻ കാരണം സൂര്യന്റെ കാര്യം കൊണ്ടല്ല,
സൂര്യന്റെ കാരണം ഉണ്ടാവാം, അതിന്റെ കൂടെ എന്തും കൂടി ഉണ്ട്, ഹരിതഗ്രഹ പ്രഭാവം എവിടെ ആറിലുണ്ട്, ശുക്രനിലുണ്ട്. അതുകൊണ്ടാണ് ശുക്രൻ ഏറ്റവും കൂടുതൽ ചൂട്. ഓക്കെ അല്ലേ? ഇനി ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാ? രണ്ടു പേർക്ക് ഉപഗ്രഹം ഇല്ല. അല്ല, ആദ്യത്തെ രണ്ടു പേർക്ക് എന്തില്ല? ബുധനും ശുക്രനും എന്തില്ല? ഉപഗ്രഹങ്ങൾ ഇല്ല. ഏറ്റവും കൂടുതൽ ആർക്കാണ് ഉപഗ്രഹം? ശനി. കുറവ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഉപഗ്രഹം ശനിക്കും, ശനിക്കും ഏറ്റവും കുറവ് ഭൂമിക്കാണ്. ഇനി ആദ്യത്തെ രണ്ടു പേർക്ക് എന്തേ ഇല്ല? ഉപഗ്രഹങ്ങൾ ഇല്ല. ആർക്കൊക്കെ? ബുധനും ശുക്രനും. ബുധന് വേറൊരു സാധനവും കൂടെ ഇല്ല, അന്തരീക്ഷം ഇല്ല. ആർക്ക്? ബുധന്. ഇനി ശുക്രന്റെ ചൂട് കൂടാനുള്ള കാരണം ഹരിതഗ്രഹ പ്രഭാവം ഉള്ളത് കൊണ്ടാണ് ചൂട് കൂടുതൽ. എടാ, ഇനി ബുധനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേവഭൂതൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ദേവഭൂതൻ ആരാണ്? ദേവഭൂതനാണോ ദേവദൂതനാണോ? ആയിരിക്കും അല്ലേ? എഴുതിയാൽ ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും. ദേവദൂതൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ബുധനെയാണ്. ബുധൻ. അതാണ് മെർക്കുറി. ദേവദൂതൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ബുധൻ. ഇനി ആകാശത്തിലെ മറുത ആരാണ്? ബുധനാണ് കേട്ടോ. ആകാശത്തിലെ മറുത ആരാണ്? ബുധൻ. ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്ന ആരെയാണ്? ബുധൻ. അപ്പോളോ ബുധനാണ് കേട്ടോ. ബുധനെയാണ് അപ്പോളോ, ഹെർമിസ്, ഇതൊക്കെ അതിന്റെ. അതെ 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 അതെ. അപ്പൊ ബുധൻ എങ്ങനെയാണ്? ദേവദൂതൻ എന്നറിയപ്പെടുന്നു. പിന്നെ ആകാശത്തിലെ മറുത, ആകാശത്തിലെ മറുത. ഇനി ശുക്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിളക്കം കൂടുതലാണ്. വേറെ രണ്ട് നക്ഷത്രം, പ്രദോഷ നക്ഷത്രവും ആരാണ്? ശുക്രനാണ് കേട്ടോ. പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും ആരാണ്? ശുക്രനാണ് കേട്ടോ. ശുക്രൻ. തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. അതുപോലെ രണ്ട് പേരറിയപ്പെടുന്നു. സൂര്യന്റെ ആരോ ആണ്, ഭൂമിയുടെ ആരോ ആണ്. ആരൊക്കെയാണ്? ഭൂമിയുടെ ഇരട്ട, സൂര്യന്റെ അരുമ. എന്തൊക്കെയാണ്? ഭൂമിയുടെ ഇരട്ട, സൂര്യന്റെ അരുമ. ആര്? ശുക്രൻ. അപ്പോ ശുക്രനാണ് ഒത്തിരി പ്രത്യേകതകളുള്ളത്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, തിളക്കമുള്ള ഗ്രഹം, സൂര്യന്റെ അരുമ, ഭൂമിയുടെ ഇരട്ട. ആരാണ്? ശുക്രൻ. അപ്പൊ നമ്മൾ ബുധനെ കുറിച്ച് എന്ത് പറഞ്ഞു? ആകാശത്തിലെ മറുത, ദേവദൂതൻ. ശുക്രനാണെങ്കിലോ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, തിളക്കമുള്ള ഗ്രഹം, ഭൂമിയുടെ ഇരട്ട, സൂര്യന്റെ അരുമ. ഇനി ഭൂമിയെ കുറിച്ച് പറഞ്ഞാൽ മെയിൻ പോയിന്റ് എന്ത് പറയാം? സാന്ദ്രത കൂടുതൽ. ശരി. ഭൂഗുരുത്വാകർഷണം. ശരി. നീലഗ്രഹം ആരാണ്? ഭൂമിയാണ് കേട്ടോ. നീലഗ്രഹം. ശരി. നീലഗ്രഹം അത് ആർക്ക് അറിഞ്ഞിടത്ത് പോയാണ്? ജനവാസമുള്ള ഗ്രഹമാണ് കേട്ടോ ഭൂമി. അത് തന്നെ. അത് ഒരു മാർക്ക് കിട്ടാനുള്ള പോയിന്റ് ആണ് കേട്ടോ. എന്താണ്? നമ്മുടെ ഗ്രഹങ്ങളിൽ ജനവാസമുള്ളത് ഭൂമിയിലാണ്. മെയിൻ പോയിന്റ് ആണ്, എല്ലാവരും പഠിക്കണം. നീലഗ്രഹം ആരാണ്? ഭൂമി. ഇനി തുരുമ്പിച്ച ഗ്രഹം ആരാണ്? തുരുമ്പിച്ച ഗ്രഹം ചൊവ്വയാണ്. ഭൂമിയല്ല, ചൊവ്വ. അതുകൊണ്ട് തന്നെ എന്തെന്നറിയപ്പെടുന്നു? ചുവന്ന ഗ്രഹം. ഇവിടെ തുരുമ്പിക്കുമ്പോ ചുവപ്പ് കളറല്ലേ? അപ്പൊ അപ്പോ ചുവന്ന ഗ്രഹവും തുരുമ്പിച്ച ഗ്രഹവും ആരാണ്? ചൊവ്വ. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം ചൊവ്വ. നീലഗ്രഹം ഭൂമി. ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹം വ്യാഴം. ഏറ്റവും വലുതല്ലേ? ആ പേര് തന്നെ, ബൃഹസ്പതി. ആരാണ്? വ്യാഴം. ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ആരെയാണ്? വ്യാഴം. ബൃഹസ്പതി, വ്യാഴം. എടാ, യുറാനസിന്റെ 2-3 പോയിന്റ് കൂടി നോക്കാം. നമ്മൾ നീലഗ്രഹം ആരെന്ന് പറഞ്ഞു? ഭൂമി. പച്ചഗ്രഹം ആരാണ്? യുറാനസ്. പച്ചഗ്രഹം യുറാനസ്. ഉരുളുന്ന ഗ്രഹം യുറാനസ്. എന്താണ്? ഉരുളുന്ന ഗ്രഹം യുറാനസ്. പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ആകാശ പിതാവ് എന്നറിയപ്പെടുന്ന ഏത് ഗ്രഹത്തെയാണ്? യുറാനസ്. എന്താണ്? ആകാശ പിതാവ്. അതുപോലെ അരുണൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? യുറാനസിനെയാണ് അരുണൻ. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? പച്ചഗ്രഹം, ഉരുളുന്ന ഗ്രഹം, ആകാശ പിതാവ്, അരുണൻ. അങ്ങനെയാണെങ്കിൽ വരുണൻ ആരാണ്? നെപ്റ്റ്യൂൺ. അല്ലേ നമ്മൾ ആദ്യം പറയുന്നത്. അപ്പൊ ആദ്യത്തെ ആളാണ് യുറാനസും, രണ്ടാമത്തെ ആളാണ് നെപ്റ്റ്യൂൺ. ഓക്കെ അല്ലേ? അപ്പൊ അരുണൻ, യുറാനസ്, വരുണൻ, നെപ്റ്റ്യൂൺ. നമ്മൾ ഓർഡറിൽ പറയുമ്പോൾ ആദ്യം വരുന്ന ആൾ യുറാനസും അവസാനം നെപ്റ്റ്യൂൺ ആണ്. അപ്പൊ അതിൽ എന്ന് പറയുന്ന ആദ്യത്തെ ആളാണ് അരുണൻ. ആരാണ്? യുറാനസും, വരുണൻ, നെപ്റ്റ്യൂണും ആണ്. ഓക്കെ അല്ലേ? ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ബുധൻ
ദേവദൂതൻ. ആകാശത്തിലെ മറുത, അന്തരീക്ഷം ഇല്ല. അടുത്ത അടുത്ത രണ്ടാമത് ശുക്രൻ. ഉള്ളത് കൊണ്ടാണ് ചൂട് കൂടുതൽ. ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ വേറെ തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. അടുത്ത് പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, സൂര്യന്റെ അരുമ, ഭൂമിയുടെ ഇരട്ട. അടുത്ത ഭൂമി, നീല ഗ്രഹം. പിന്നെ മെയിൻ പോയിന്റ് മനുഷ്യവാസം, ജനവാസമുള്ള ഗ്രഹമാണ് ഭൂമി. അടുത്ത് ചൊവ്വ, ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം. വ്യാഴം, ബൃഹസ്പതിയാണ് വ്യാഴം. യുറാനസ്, ഉരുളുന്ന ഗ്രഹം, പച്ച ഗ്രഹം. ആകാശ പിതാവ്, ആകാശ പിതാവ് അരുണൻ, ആകാശ പിതാവ് അരുണൻ. അടുത്ത നെപ്റ്റ്യൂൺ, വരുണൻ. വരുണൻ ആരാണ്? നെപ്റ്റ്യൂൺ, നെപ്റ്റ്യൂൺ. എടാ ഇനി കുറച്ച് പൊട്ടാണ്. പൊട്ട് പൊട്ട് പൊട്ട്. ചുവന്ന പൊട്ട്, ചുവന്ന പൊട്ട് വ്യാഴം. ചുവന്ന പൊട്ട് വ്യാഴം. കറുത്ത പൊട്ട് നെപ്റ്റ്യൂൺ. കറുത്ത പൊട്ട് നെപ്റ്റ്യൂൺ. ചുവന്ന പൊട്ട് വ്യാഴം, കറുത്ത പൊട്ട് നെപ്റ്റ്യൂൺ. വെളുത്ത പൊട്ട് അതാണ് ശനി. വെളുത്ത പൊട്ട് ശനി. അപ്പൊ ചുവന്ന പൊട്ട് വ്യാഴം, കറുത്ത പൊട്ട് നെപ്റ്റ്യൂൺ, വെളുത്ത പൊട്ട് ശനി. ചുവന്ന പൊട്ട് വ്യാഴം, കറുത്ത പൊട്ട് നെപ്റ്റ്യൂൺ, വെളുത്ത പൊട്ട് ശനി. വെളുത്ത പൊട്ട് നമ്മളൊരു പ്യൂൺ മാത്രം കേട്ട് നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞതാ. ചുവന്ന പൊട്ട്, ചുവന്ന പൊട്ട് ആരാണ്? വ്യാഴം. കറുത്ത പൊട്ട് നെപ്റ്റ്യൂൺ, വെളുത്ത പൊട്ട് ശനി. സൂര്യന്റെ ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് മീൻസ് സൂര്യന്റെ പടിഞ്ഞാറ് ഉദിക്കുന്ന ഗ്രഹം ഏതാണ്? സൂര്യന്റെ പടിഞ്ഞാറ് ശുക്രൻ. നമ്മൾ പറഞ്ഞു പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ സൂര്യന്റെ പടിഞ്ഞാറ് ആരാണ്? പടിഞ്ഞാറ് ഉദിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. സൂര്യന്റെ പടിഞ്ഞാറ് ഉദിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ. ഓക്കെ ആണോ? ഗ്രഹങ്ങൾ കിട്ടിയോ? ഇനി ഉപഗ്രഹങ്ങൾ പറയണോ? കുറച്ച് അല്ല, ഒന്ന് രണ്ടെണ്ണം പറയാം. ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങളെ പേര് പറഞ്ഞുതരാം. ഫോബോസും ഡീമോസും. എന്തൊക്കെയാണ്? ഫലത്തിന്റെ ഫായാണ്. ഇപ്പാ പോലെ എഴുതുന്ന ഫായ ഉണ്ടല്ലോ. ഫോബോസും ഡീമോസും ചൊവ്വയുടേതാണ്. ചൊവ്വയുടെ ആരൊക്കെയാണ്? ഫോബോസും ഡീമോസും. ആരുടേത്? ചൊവ്വ. അപ്പൊ ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ ആരൊക്കെയാണ്? ഫോബോസ്, ഡീമോസ്. അടുത്ത് ശനി. ഒരെണ്ണം നിങ്ങൾക്ക് അറിയാം, കാലിപ്സോ. കേട്ടിട്ടില്ലേ? കാലിപ്സോ ശനി. ഹിമാലയ. ഏതൊക്കെയാണ്? ഹിമാലയയും കാലിപ്സോയും. ഹിമാലയ, കാലിപ്സോ. ഇനി ടൈറ്റൻ കേട്ടിട്ടുണ്ടല്ലോ. ശനിയുടേതാണ്. അതിന്റെ പ്രത്യേകത ശനിയുടെ വലുതാണ്, എങ്കിലും വേറൊരു പ്രത്യേകത ഉണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ടൈറ്റൻ ആണ് കേട്ടോ. ഓ, ശനിയുടേതാണ് ടൈറ്റൻ. ടൈറ്റന്റെ പ്രത്യേകത ഏറ്റവും വലുത് ഒരാളുണ്ട്. രണ്ടാമത്തെ വലിയ ആളാണ് ആര്? ടൈറ്റൻ ഉപഗ്രഹം. ഈ ടൈറ്റൻ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ഭൂമിയുടെ അപരൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എന്താണ്? ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ചോദിച്ചാൽ ആരാണ്? ടൈറ്റൻ. ഇനി ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഓക്കെ അല്ലേ? ഇപ്പൊ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് ടൈറ്റൻ. ടൈറ്റൻ എടാ രണ്ടാമത്തെ വലുതാണെന്ന് പറഞ്ഞല്ലോ ടൈറ്റൻ. അപ്പൊ ഒന്നാമത്തെ ആരാണ്? ഗാനിമീഡ് ആണ് കേട്ടോ. ഒന്നാമത്തെ ആരാണ്? ഗാനിമീഡ് ആണ് ഒന്നാമത്തെ. അപ്പൊ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗാനിമീഡും. രണ്ടാമത്തെ ആരാണ്? ടൈറ്റൻ. രണ്ടാമത്തെ ആരാണ്? ടൈറ്റൻ. ടൈറ്റൻ. അപ്പൊ ടൈറ്റൻ ആരുടേതാണ്? ടൈറ്റൻ ശനി. അങ്ങനെയാണെങ്കിൽ ട്രൈറ്റൻ. ആ ടൈൽ അവിടെ ഒരു ഈ ട്രായുടെ സാധനം മാത്രം ഇട്ടാൽ മതി, മാറരുത്. ട്രൈറ്റൻ നെപ്റ്റ്യൂണിന്റെ ആണ്. ടൈറ്റൻ ശനിയുടേതും ട്രൈറ്റൻ നെപ്റ്റ്യൂണിന്റേതാണ്. തിരിഞ്ഞു പോവരുത്. ടൈറ്റൻ ശനിയും ട്രൈറ്റൻ നെപ്റ്റ്യൂണും. ഇനി ടൈറ്റാനിയ. നിയ യുറാനസ്. യുറാനസിന്റെതാണ് ടൈറ്റാനിയ. അപ്പൊ ടൈറ്റാനിയ ആരുടെ ഉപഗ്രഹമാണ്? യുറാനസ്. യുറാനസിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ. ഓക്കെ ആണോ? ഗാനിമീഡ് വ്യാഴത്തിൻ്റെതാണ്. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ചന്ദ്രൻ. ആരാണ്? ചന്ദ്രൻ. ചന്ദ്രനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞു? സൂര്യന്റെ ഉപഗ്രഹം. അതൊരു എന്താണ്? ഉപഗ്രഹമാണ്. ആര്? ചന്ദ്രൻ. ആരുടെ ഉപഗ്രഹം? ഭൂമിയുടെ. നോക്കിയോ, ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ആര്? ചന്ദ്രൻ. അപ്പൊ ചന്ദ്രന്റെ പ്രത്യേകത എന്താണ്? ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹം. ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി വരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ആര്? ചന്ദ്രൻ. ചന്ദ്രൻ.
സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രകാശമുള്ള ആകാശത്തിലെ ഒരു വസ്തുവാണ് ആര്? ചന്ദ്രൻ. അപ്പൊ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രകാശമുള്ള വസ്തു ആരാണ്? ചന്ദ്രനാണ്. ഓക്കെ അല്ലേ? അപ്പൊ 2 പോയിന്റ് പഠിച്ചു. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രകാശമുള്ള ആകാശത്തിലെ വസ്തുവാണ് ചന്ദ്രൻ. ചന്ദ്രന്റെ പരിക്രമണ സമയം 27.3 ദിവസം. എത്രയാണ്? 27.3 ദിവസമാണ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ചന്ദ്രന്റെ പരിക്രമണ സമയം എത്രയാണ്? 27.3 ദിവസം. അതേ സെയിം തന്നെയാണ് ഭ്രമണ സമയവും. എത്രയാണ്? 27.3 ദിവസം. അപ്പൊ ചന്ദ്രന്റെ പരിക്രമണ സമയവും ചന്ദ്രന്റെ ഭ്രമണ സമയവും എത്രയാണ്? 27.3 ദിവസം. ഓക്കെ അല്ലേ? ഇനി ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ എത്ര സ്ഥാനമാണ്? ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 5-ാം സ്ഥാനമാണ് കേട്ടോ. അപ്പൊ ഉപഗ്രഹങ്ങളില് ഭൂമിക്കും ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 5-ാം സ്ഥാനമാണ്. അതുപോലെ ചന്ദ്രന് ഉപഗ്രഹങ്ങളിൽ എത്ര സ്ഥാനമാണ്? 5-ാം സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്, ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ആര്? ചന്ദ്രൻ. സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രകാശമുള്ള ആകാശത്തിലെ വസ്തുവാണ് ചന്ദ്രൻ. ചന്ദ്രന്റെ പരിക്രമണ സമയം 27.3 ദിവസം. ഭ്രമണ സമയം 27.3 ദിവസം. ഉപഗ്രഹങ്ങളിൽ എത്ര സ്ഥാനം? 5-ാം സ്ഥാനമാണ് ചന്ദ്രന്. ചന്ദ്രന്റെ വലുപ്പം ഭൂമിയുടെ വലിപ്പത്തിന്റെ 4/1 കേട്ടോ. അപ്പൊ ചന്ദ്രൻ ഒരു വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഭൂമിയുടെ വലിപ്പത്തിന്റെ 4/1. 4/1 ചന്ദ്രന്റെ വലിപ്പം. ഭൂമിയുടെ വലിപ്പത്തിന്റെ 4/1 ആര്? ചന്ദ്രന്റെ വലിപ്പം. ഇനി ചന്ദ്രന്റെ ഗുരുത്വാകർഷണം നമുക്കറിയാം. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ എത്രയാണ്? 6/1. ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ 6/1. വലിപ്പമാണെങ്കിൽ 4/1, ഗുരുത്വാകർഷണമാണെങ്കിൽ 6/1. അപ്പോൾ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ 6/1, വലിപ്പം 4/1. ചന്ദ്രന്റെ പാലായന പ്രവേഗം ഒക്കെ നമുക്കറിയാം. 2.4 കിലോമീറ്റർ. 2.4 കിലോമീറ്റർ ആണ് എന്ത്? പാലായന പ്രവേഗം. ചന്ദ്രന്റെ പാലായന പ്രവേഗം 2.4 കിലോമീറ്റർ. അപ്പോൾ ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ആര്? ചന്ദ്രൻ. ഇനി സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്തിലെ പ്രകാശമുള്ള വസ്തു ആരാണ്? ചന്ദ്രൻ. ചന്ദ്രന്റെ പരിക്രമണം 3 ദിവസം. ഭ്രമണ സമയം 27.3 ദിവസം. ഉപഗ്രഹങ്ങളിൽ എത്ര സ്ഥാനം? 5-ാം സ്ഥാനം. വലിപ്പത്തിൽ ഭൂമിയുടെ 4/1. ഇനി ഗുരുത്വാകർഷണത്തിൽ ഭൂമിയുടെ 6/1. ഇനി ചന്ദ്രന്റെ പാലായന പ്രവേഗം 2.4 കിലോമീറ്റർ. ഓക്കെ അല്ലേ? അടുത്ത സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ട്. അപ്പൊ അതിലൊരു ഓർഡർ ഉണ്ട്. സൂര്യഗ്രഹണത്തിന്റെ ഓർഡർ ആണ് EMS. EMS എന്ന് പറയാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ EMS നമ്പൂതിരി പാടിനെ ഓർത്താൽ മതി. അപ്പൊ EMS ആണ് എന്തിന്റെ ഓർഡർ? സൂര്യഗ്രഹണത്തിന്റെ ഓർഡർ ആണ് EMS. അപ്പൊ ഈ ആരാണ്? എർത്ത്. M ആരാണ്? മൂണ്. അടുത്ത S സൺ. അപ്പൊ അവിടെ ആര് നടുക്ക് വരും? മൂൺ. അപ്പൊ EMS എന്ന് ഓർക്കുക. ആരെന്ന് ഓർക്കുക? സൂര്യഗ്രഹണം. അപ്പൊ ഇന്നലെ നടന്ന എന്തായിരുന്നു? ചന്ദ്രഗ്രഹണം. അതിനെ നമ്മൾ പറയുന്നതാണ് MES. എന്താണ്? MES. അപ്പൊ MES. അപ്പൊ അവിടെ എർത്ത് ഈ ഭൂമി നടക്കും വരും. അപ്പോ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. സൂര്യഗ്രഹണത്തിന്റെ കോഡാണ് EMS. ചന്ദ്രഗ്രഹണം MES. മെസ് എന്ന് ഓർത്താൽ മതി. അപ്പൊ EMSഉം മെസ്സും അത് തിരിഞ്ഞു പോകരുത്. EMS ആരാണ്? നമ്മൾ സൂര്യനും ചന്ദ്രനും അല്ലേ പറയുള്ളൂ. നമ്മൾ ആരെ പറയുള്ളൂ? സൂര്യൻ. അപ്പൊ EMS അല്ലേ നമുക്ക് ആദ്യം വരുള്ളൂ. അപ്പൊ അത് സൂര്യഗ്രഹണവും. MES അല്ലെങ്കിൽ മെസ് ചന്ദ്രഗ്രഹണവും. ഓക്കെ അല്ലേ? ഇനി സൂര്യഗ്രഹണം എപ്പോ നടക്കും? സൂര്യനുള്ള സമയം ഏത്? പകല്. അപ്പൊ സൂര്യഗ്രഹണം എപ്പോ നടക്കും? പകല് നടക്കും. ഇനി നേരിട്ട് ആ സമയത്ത് സൂര്യനെ നോക്കാൻ പാടില്ല. അതിനുവേണ്ടി ഒരു പ്രത്യേക കണ്ണാടി ഉണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചന്ദ്രഗ്രഹണം എപ്പോ നടക്കും? രാത്രി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇന്നലെ നേരിട്ട് കണ്ടില്ലേ? അതുപോലെ നമുക്ക് നേരിട്ട് ചന്ദ്രനെ നോക്കാം. പക്ഷെ സൂര്യഗ്രഹണ സമയത്ത് നേരിട്ട് സൂര്യനെ നോക്കാൻ പാടില്ല. ചന്ദ്രഗ്രഹണ സമയത്ത് നേരിട്ട് ചന്ദ്രനെ നോക്കാം. ഇനി സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എപ്പോ നടക്കും? കറുത്ത വാവുമുണ്ട്, വെളുത്ത വാവുമുണ്ട്. അതില് സൂര്യഗ്രഹണം നടക്കുന്നത് എപ്പോഴാണ്? പകലാണ്. പക്ഷെ അത് കറുത്ത വാവിലാണ്. ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. സൂര്യഗ്രഹണം നടക്കുന്നത് പകല്, കറുത്ത വാവ്. ചന്ദ്രഗ്രഹണം നടക്കുന്നത് സൂര്യഗ്രഹണ സമയത്ത് ഇറങ്ങിയ കറുത്ത. അങ്ങനെ ഓർത്താലും അത് ഓർത്താലും മതി. അപ്പൊ ചന്ദ്രഗ്രഹണം ഏത് വാവിലായിരിക്കും? വെളുത്ത വാവിലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ സൂര്യഗ്രഹണം നടക്കുന്നത് ഒന്നും കൂടി പറയാം. സൂര്യഗ്രഹണത്തിന്റെ ഓർഡർ ആണ് EMS, എർത്ത്,
മൂണ് സൺ, അതാണ് അതിന്റെ ഓർഡർ. ഇനി അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് ദിവസത്തിലാണ് എന്ത് നടക്കുന്നത്? സൂര്യഗ്രഹണം നടക്കുന്നത്. സൂര്യഗ്രഹണം പകൽ സമയത്താണ്. നേരിട്ട് സൂര്യനെ നോക്കാൻ പാടില്ല, സ്പെക്സ് ഉപയോഗിച്ച് നോക്കാൻ പാടുള്ളൂ. അടുത്ത ചന്ദ്രഗ്രഹണം വെളുത്ത വാവ് അല്ലെങ്കിൽ അതിനെ പൗർണമി എന്ന് പറയും കേട്ടോ. അമാവാസിയും പൗർണമിയാണ്. അമാവാസി കറുത്ത വാവും പൗർണമി വെളുത്ത വാവുമാണ്. അപ്പൊ വെളുത്ത വാവ് സമയത്താണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. അതിന്റെ കോഡാണ് മെസ് അല്ലെങ്കിൽ MES. രാത്രി സമയത്താണ് നടക്കുന്നത്. രാത്രി സമയം നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ചന്ദ്രനെ കാണാം. ഓക്കെ അല്ലേ? ഇനി ബ്ലഡ് മൂണ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ബ്ലഡ് മൂണ്, ബ്ലൂ മൂണൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് ഈ ബ്ലഡ് മൂൺ എന്ന് പറഞ്ഞാൽ? ബ്ലഡ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിലെ ചന്ദ്രനാണ് ആര്? ബ്ലഡ് മൂൺ. പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിലെ ചന്ദ്രനെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് മൂൺ. പൂർണ്ണ ചന്ദ്രൻ. എടാ ഇന്നലെ അവസാനമായപ്പോ ചന്ദ്രൻ നല്ല ചുമന്ന കളറായി, കണ്ടായിരുന്നാ? അപ്പൊ ബ്ലഡ് മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിലെ ചന്ദ്രനാണ് ബ്ലഡ് മൂൺ. അപ്പൊ സൂപ്പർ മൂൺ എന്താ? സൂപ്പർ മൂൺ. ഏറ്റവും വലുതായിട്ട് ചന്ദ്രനെ കാണുന്നതാണ് എന്ത്? സൂപ്പർ മൂൺ. ഏറ്റവും വലുതായി ചന്ദ്രനെ കാണുന്നതാണ് സൂപ്പർ മൂൺ. ഇനി പൂർണ്ണ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിലെ ചന്ദ്രനെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് മൂൺ. ഏറ്റവും വലുതായി ചന്ദ്രനെ കാണപ്പെടുന്നതാണ് സൂപ്പർ മൂൺ. ഇനി എന്താണ് ഈ പെരിജി? കേട്ടിട്ടുണ്ടോ പെരിജി പൊസിഷൻ എന്ന്? പെരിജി എന്ന് പറഞ്ഞാൽ ഭൂമിയോട് അടുത്ത് ചന്ദ്രനെ കാണപ്പെടുന്നതാണ് പെരിജി കേട്ടോ. പെരിജി എന്ന് പറയും. പെരിജി ഭൂമിയോട് അടുത്ത് ചന്ദ്രൻ വരുന്നതാണ് പെരിജി പൊസിഷൻ. അപ്പൊ എന്താണ് ബ്ലഡ് മൂൺ? പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രനെ കാണുന്നതാണ്. ആ സമയത്ത് ചന്ദ്രനെ എന്താണ്? ബ്ലഡ് മൂൺ. സൂപ്പർ മൂൺ ആണെങ്കിലോ ഏറ്റവും വലുതായി ചന്ദ്രനെ കാണുന്നതാണ് സൂപ്പർ മൂൺ. പെരിജി പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയോട് അടുത്ത് ചന്ദ്രൻ വരും. ഇനി എന്താണ് ബ്ലൂ മൂൺ? വൺസ് ഇന്നെ ബ്ലൂ മൂൺ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല, റയർലി എന്ന് പറയുമല്ലേ? എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രനാണ് എന്ത്? ബ്ലൂ മൂൺ. വല്ലപ്പോഴേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രനാണ് ബ്ലൂ മൂൺ. നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് വൺസ് ഇന്നെ ബ്ലൂ മൂൺ എന്നൊക്കെ പറയും. രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രനാണ് ബ്ലൂ മൂൺ. അത് റയർലി ആണ്, വല്ലപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രനാണ് ബ്ലൂ മൂൺ. ഇനി നമുക്ക് 2 ഡേറ്റ് അറിയാം. ജനുവരി 3 അറിയാം, ജൂലൈ 4 അറിയാം. പെരിഹീലിയനും അപ്ഹീലിയനും. എന്താണ് പെരിഹീലിയൻ? എന്താണ്? സൂര്യനോട് ഭൂമി ഏറ്റവും അടുത്ത് വരും. എടാ ജനുവരിയും ജൂലൈയും ആദ്യം വരുന്നത് ഏതാണ്? ജനുവരി. അപ്പൊ അടുത്ത് വരുന്നത് ആരാണ്? ജനുവരി 3. അപ്പൊ പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനോട് ഭൂമിയോട് അടുത്ത് വരും, അതാണ് പെരിഹീലിയൻ. അത് ജനുവരി 3. അപ്പൊ ഇനി സൂര്യനും ഭൂമിയും തമ്മിൽ അകന്നു പോകുന്നതാണ് അപ്ഹീലിയൻ. അത് ജൂലൈ 4. ഓക്കെ അല്ലേ? അപ്പൊ ജനുവരി 3 പെരിഹീലിയനും ജൂലൈ 4 അപ്ഹീലിയനും. ജനുവരി 3 സൂര്യനും ഭൂമി അടുത്ത് വരും, ജൂലൈ 4 സൂര്യനും ഭൂമി അകന്നു പോകും. ഓക്കെ അല്ലേ? ഇനി ചന്ദ്രനോട് ഭൂമി അടുത്ത് വരുന്നതാണ് പെരിജി പൊസിഷൻ. അകന്നു പോണതാണ് അപ്പോളി. ചന്ദ്രൻ ഭൂമിയോട് അടുത്ത് വരുന്നത് പെരിജിയും അകന്നു പോകുന്നതും അപ്പോളി. അകന്നു പോകുന്നത്, അടുത്ത് വരുന്നത് പെരിജി. എടാ നമ്മൾ ഇതിനകത്ത് പറയാൻ പറ്റുന്ന എല്ലാ പോയിന്റ്സും, മാക്സിമം പോയിന്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏകദേശമുള്ള എല്ലാ പോയിന്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് കോപ്പർനിക്കസ് ആണ്. നിക്കോളസ് കോപ്പർനിക്കസ് ആണ് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെ